ബ്രഹ്മം എന്ന് പറയുന്നത് നമ്മളുടെ ബോധത്തിലെ ഏറ്റവും വികസിതമായ അവസ്ഥയാണ്. ദർ ഇസ് നോ അതർ എന്ന് പറയുന്ന അവസ്ഥ. അപ്പോഴാണ് നമ്മൾ ബ്രഹ്മചാരിയാവുക. അല്ലാണ്ട് കല്യാണം കഴിക്കാതിരിക്കുന്നതുകൊണ്ടോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുന്നതുകൊണ്ടോ ഒന്നും ബ്രഹ്മചാരിയാവില്ല. ബാഹ്യമായി എൻ്റെ ചുറ്റും വ്യവസ്ഥ ഉണ്ടാക്കിയാൽ മാത്രമേ അകത്ത് വ്യവസ്ഥ ഉണ്ടാക്കാൻ സാധിക്കൂ എന്ന് ഗുരുനിത്യ പഠിപ്പിച്ചത് ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു ആ എഴുതിപ്പിക്കൽ. നമ്മൾ ഇവിടെ ഒരു കാലത്തും സ്ത്രീയെയും കുട്ടികളെയും റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. ചില വ്യക്തികൾ ചെയ്തിട്ടുണ്ടായിരിക്കും, സമൂഹം ചെയ്തിട്ടില്ല. സ്ത്രീ എന്നും അകത്തായിരുന്നു, അന്തഃപുരത്തിൽ. അന്തഃപുരം എന്ന് പറഞ്ഞാൽ അകത്തപുര എന്നാണ് അർത്ഥം. ജലാലുദ്ദീൻ റൂമിയുടെ ഒരു മനോഹരമായ ഒരു കോട്ടുണ്ട്: ഞാൻ കടലിലെ ഒരു തുള്ളി ജലമല്ല, ഞാൻ ഒരു തുള്ളി ജലത്തിലെ കടലാണ്. ശിവനും ശക്തിയും യുക്തം പോലെ യോജിക്കുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് വരും. അവിടെയാണ് നമ്മൾ ഇത് ഈസിനസ്സിലാവുന്നത്, ശിവാവസ്ഥയിലാകുന്നത്. പല മതസാരവും ഏകമെന്ന് പാരാതെ ഉലകിൽ ഒരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട് അലയാതെ അമർന്നിടണം എന്ന് ഗുരു പറയുന്ന ഒരു അറിവ് നമുക്കുണ്ടാവണം. ഇപ്പോൾ വെള്ളം കുടിച്ചാൽ ദാഹം മാറില്ല എന്നൊരാൾ നമ്മളോട് തർക്കിക്കാൻ വന്നാൽ നമ്മൾ ഒരിക്കലും അയാളോട് ദേഷ്യം വരില്ല, നമുക്ക് ചിരിയേ വരൂ. എന്തുകൊണ്ടാണ്? വെള്ളം കുടിച്ചാൽ ദാഹം മാറുമെന്ന് നമുക്ക് അനുഭവമുണ്ട്. അപ്പം എനിക്ക് അനാവശ്യങ്ങളെ പോലും അത്യാവശ്യങ്ങളാക്കി മാറ്റുന്ന മനസ്സിൽ നിന്നുള്ള മുക്തിയാണ് ആദ്യത്തെ സാധന. ആവശ്യത്തിനുള്ളത് മതി എന്ന് തീരുമാനിക്കലാണ് സ്പിരിച്വലായിട്ടുള്ള സാധന. ഈ അനുഗ്രഹം എപ്പോഴും നമ്മൾ വളരെ ചില സമയങ്ങളിൽ അത് കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നതാണ്. ഈ സാധകൻ എന്ന നിലയിലും ഇപ്പം അങ്ങ് പറഞ്ഞ പല ദർശനങ്ങളും, ഇപ്പം ശ്രീനാരായണ ഗുരു ദർശനം മുതൽ അദ്വൈത സിദ്ധാന്തം വരെ വളരെയധികം ആഴത്തിൽ പഠിച്ച ആളാണ് അങ്ങയുടെ ഗുരു. പക്ഷെ അങ്ങിലേക്ക് വരുമ്പോൾ ഇതിലൊക്കെ തന്നെ ഒരു സ്വസ്ഥതയും സമാധാനവും ആണ് ഏറ്റവും വലിയ മതം എന്നെപ്പോഴും അങ്ങ് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്. ഇതിൽ അനുഗ്രഹത്തിനുള്ള ഒരു പ്രാധാന്യം എന്താണ്? ഞാൻ ഇത് ആദ്യത്തെ അനുഗ്രഹം ഞാൻ ആലോചിക്കുന്നത് ഗുരുനിത്യയെ ചേർത്ത് പറയാതിരിക്കുന്നതല്ല. ഞാൻ 17 വയസ്സുള്ളപ്പോഴാണ് ഗുരുനിത്യനെ ആദ്യമായിട്ട് കാണുന്നത്. എൻ്റെ 2 സുഹൃത്തുക്കളാണ് കാണാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുമോ? നമ്മൾ പൊതുവെ എങ്ങനെയാണല്ലോ, ഒരു സ്പിരിച്വലായിട്ടുള്ള ഗുരുക്കന്മാർ നമ്മളെപ്പോഴും ഒരു 10 അടി മാറി നിന്ന് കാണേണ്ടവരാണ്. ഭയഭക്തി ബഹുമാനത്തോടെ കാണേണ്ടവരാണ്, മാറി നിൽക്കേണ്ടവരാണ്. ഒരു ഡിസ്റ്റൻസ് എപ്പോഴും ഉണ്ട്, കാലങ്ങളായിട്ടുള്ളതാണ്. ഒരു പക്ഷേ അതിനെ ബ്രേക്ക് ചെയ്ത എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം ഗുരുനിത്യയെ കാണുന്നതാണ്. ഞാൻ പേടിച്ച് ഈ പറയണ പോലെ ഭയഭക്തി ബഹുമാനത്തോടെ മാറി നിൽക്കുന്ന ഞങ്ങൾ 3 പേരുണ്ട്. അപ്പോൾ ഗുരു തന്നെ ഗുരുവിൻ്റെ ക്യാമറയായിട്ട് വന്നിട്ടാണ് നമുക്കൊരുമിച്ചൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യം ആ കൂട്ടത്തിൽ നിന്ന് എന്നെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുന്നു. ആ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഗുരു എന്നോട് പറഞ്ഞു, എടോ ഞാൻ തൊട്ടുകൂടാത്തവനൊന്നും അല്ല, താനിങ്ങനെ ചേർന്ന് നിൽക്കുന്നു പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ചേർത്തൊരു പിടുത്തം പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഗുരു എന്നെ ചേർത്ത് പിടിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ എന്നെ ചേർത്ത് പിടിച്ച പോലെ എനിക്ക് തോന്നിയത്. ഞാൻ നൂറ്റാണ്ടുകളായി എന്നിൽ നിന്ന് തള്ളി മാറ്റി നിർത്തിയിരുന്ന, അല്ലെങ്കിൽ ഞാൻ തന്നെ മാറി നിന്നിരുന്ന എന്നെ ഞാൻ വളരെ സ്നേഹത്തോടെ പുണർന്നു നിൽക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ അടുത്ത് പിടിക്കലാണ്. അപ്പോൾ ഒരു ഗുരു നമ്മളെ എല്ലാ അർത്ഥത്തിലും ചേർത്ത് പിടിക്കുമ്പോൾ, നമ്മൾ തന്നെ നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അതിന് അനുഗ്രഹം എന്ന് പറയാം. അടുത്ത് ഗ്രഹിക്കുക, ചേർത്ത് ഗ്രഹിക്കുക എന്നാണ് അർത്ഥം. നമ്മൾ പിടിക്കണം. അപ്പോൾ ചില ഗുരുക്കന്മാരുടെ അടുത്ത്, ചില മനുഷ്യരുടെ അടുത്ത്, ചില പ്രകൃതിയുടെ അടുത്തൊക്കെ നമ്മൾ ചെന്നിരിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഹിമാലയത്തിൽ പോയി, അല്ലെങ്കിൽ പ്രകൃതി മനോഹരമായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ചെന്നിരിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നും. നമുക്ക് നമ്മളോട് തന്നെ ഇഷ്ടം തോന്നുന്ന, നമ്മൾ കൊള്ളാമെന്ന് തോന്നുന്ന, നമ്മൾ നമ്മളെ തന്നെ ചേർത്ത് പിടിക്കുന്ന തരത്തിൽ എന്തൊക്കെ ജീവിതാനുഭവം നമുക്കുണ്ടാവുന്നുണ്ടോ അതൊക്കെ അനുഗ്രഹമാണ്. അതിന് മാത്രമാണ് അനുഗ്രഹം എന്ന് പറയുക. നമ്മളുടെ ആഗ്രഹങ്ങളെ സബലീകരിച്ച് തരുന്നതൊന്നും അനുഗ്രഹമല്ല. നമ്മളതിനാണ് എനിക്ക് ഭയങ്കര അനുഗ്രഹം ഉണ്ടായി. അപ്പോൾ എൻ്റെ ബോധത്തിന് സ്വാസ്ഥ്യം തരുന്ന, ഒന്നുമില്ലെങ്കിലും ഞാൻ സ്വസ്ഥനാണെന്നുള്ളൊരു ഫീൽ എനിക്ക് തരുന്ന എന്തും അനുഗ്രഹമാണ്.
എന്തെങ്കിലും നേടിയിട്ട് കിട്ടുന്നതല്ല. ഒന്നും വേണ്ട, ഐ എം ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു പോയ നിമിഷങ്ങളിലൂടെ നമ്മളൊക്കെ കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ഗുരുനിത്യയുടെ അടുത്ത് നിന്ന് അന്ന് എനിക്ക് ഇറങ്ങി പോരാൻ തോന്നിയിട്ടില്ല. അന്ന് പോകണം ഞങ്ങൾക്ക്. പക്ഷെ ഗുരു അങ്ങ് ചേർത്ത് പിടിച്ചപ്പോൾ ഞാൻ എന്നെയും ചേർത്ത് പിടിച്ചു. ആ ചേർത്ത് പിടിച്ച് പിന്നെ അവിടെ തന്നെ അങ്ങ് ഇരുന്നാൽ മതി, ഒന്നും വേണ്ട, എവിടെയും പോകണ്ട. എന്നാൽ ഗുരു എന്തെങ്കിലും തരണം എന്നില്ല, ഒന്നുമില്ല. എനിക്ക് കിട്ടേണ്ടത് കിട്ടി. എന്താണ് എനിക്ക് കിട്ടേണ്ടത്? ഞാൻ എന്നെ ചേർത്ത് പിടിക്കാനുള്ളൊരു സന്ദർഭം ഗുരു ഉണ്ടാക്കി. അപ്പോൾ ഞാൻ എന്നെ ചേർത്ത് പിടിക്കുന്ന തരത്തിൽ ഗുരു എന്നെ തൊട്ടു എന്നതാണ് ഗുരുകാരുണ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഗുരു എന്നെ തൊട്ടൊരു ഗുരുകാരുണ്യം ഉണ്ടാവില്ല. ഗുരു എന്നെ തൊടുമ്പോൾ ഞാൻ എന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഗുരുകാരുണ്യം എന്ന് പറയാം. ഞാനിത് പറയുമ്പോൾ എന്നൊരു ഹിമാലയം സന്ദർഭമാണ് ഓർക്കുന്നത്. ഞങ്ങളുടെ ബുക്കിൽ എവിടെ വസുധാരയിൽ പോയത്. ഞാൻ എപ്പോഴും പറയും, അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ പറയുന്നൊരു ആ ഒരു യോഗിയുടെ അടുത്ത് ഞങ്ങൾ 3 പേരുണ്ട് ഹിമാലയ യാത്ര സമയത്ത് ഹിമാലയ യാത്രയിൽ. അപ്പോൾ അദ്ദേഹം നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്നു, ചായ ഉണ്ടാക്കി തരുന്നു. ഒരു വലിയ ഗുഹയാണ്, നല്ല പ്രസാദാത്മകതയുള്ള ഒരു യോഗി. നമ്മൾ സാധാരണ യോഗിമാർന്ന് കേൾക്കുമ്പോൾ ഒരു ഗൗരവം ഒക്കെയാണ് നമ്മുടെ ഉള്ളിൽ വരിക. അങ്ങനെയല്ല, വളരെ പ്ലസൻ്റായിട്ടുള്ള ഒരു നമുക്കിങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്ന, ഭക്തിയല്ല ഇഷ്ടം തോന്നുന്ന ഒരു യോഗിയാണ്. പലയിടത്തും നമുക്ക് എണീറ്റ് പോകാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ തൊട്ട പോലെ നമ്മളിങ്ങനെ ഇരിക്കാനടുത്ത്. അപ്പോൾ ആൾ പറഞ്ഞു, നിങ്ങൾക്ക് തിരിച്ചു പോകണ്ടേ, തിരിച്ചിഞ്ഞ് ബദരിയിലെത്തണ്ടേ, നടന്നെത്തണ്ടേ. അപ്പോൾ പറഞ്ഞില്ല, അങ്ങയുടെ അടുത്തുനിന്ന് എണീറ്റ് പോകാൻ തോന്നണില്ല എന്ന് പറഞ്ഞൊരാൾ. അപ്പോൾ ഈ മുമ്പിൽ നേരെ ശിവലിംഗ പർവ്വതം, വളരെ മനോഹരമായിട്ടുള്ള ഹിമവ മലനിരകളാണ്. അപ്പോൾ അത് ഉടനെ അദ്ദേഹം അങ്ങോട്ടേക്ക് നോക്കിയിട്ട്, ശരിയാണ്, ഈ ഹിമവാൻ്റെ മുമ്പിൽ നിന്ന് ആർക്കും എണീറ്റ് പോകാൻ തോന്നാം. അപ്പം തന്നിലേക്ക് തിരിഞ്ഞ ശ്രദ്ധയെ ക്യാൻസൽ ചെയ്യണം. എൻ്റെ അടുത്തിരിക്കുന്നതുകൊണ്ടല്ല നിങ്ങളിവിടെ ഇത്ര സമാധാനത്തിലിരിക്കുന്നത്, ഈ ഹിമവാൻ്റെ മുമ്പിലിരിക്കുന്നതുകൊണ്ടാണ് എന്ന് തിരിച്ചു വിടുകയാണ്. അതാണ് റിയലായിട്ടുള്ള ഗുരു എന്ന് പറയുന്നത്. ഗുരുവിലേക്ക് തിരിയാൻ സമ്മതിക്കില്ല, നമ്മളിലേക്ക് തിരിയാനാണ്. അപ്പോൾ ഹിമവാൻ്റെ അടുത്ത് എന്ന് ചോദിച്ചാൽ ഹിമവാൻ എന്താ പറയുക? ഞാൻ കാരണമല്ല നീ സ്വസ്ഥത അനുഭവിക്കുന്നത്, നിന്നിലെ സ്വസ്ഥതയാണ് നീ അനുഭവിച്ചിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ വ്യക്തി കേന്ദ്രീകൃതമല്ല, സമഷ്ടി കേന്ദ്രീകൃതമാണ്. ഇപ്പോൾ ഒരു ഇപ്പോൾ ഗുരുനിത്യ എപ്പോഴും നമ്മളിപ്പോൾ ഗുരുനിത്യ എന്ന് 1000 പ്രാവശ്യം ഞാൻ പറയുന്നുണ്ടെങ്കിലും ഞാൻ ഗുരുനിത്യയിൽ കേന്ദ്രീകൃതമായിട്ടിരിക്കുന്ന ഒരാളല്ല, അതിന് സമ്മതിച്ചിട്ടില്ല. ഗുരു എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്, ഷൗക്കത്തെ നീ നിന്നിലെ സ്വസ്ഥതയിലേക്ക് കേന്ദ്രീകൃതമാവുന്നതാണ്. അപ്പോൾ എൻ്റെ സമാധാനത്തിൽ എനിക്ക് ഇപ്പോൾ കുറച്ച് നേരം ഇരിക്കാൻ അദ്ദേഹത്തിൻ്റെ സ്മരണ എന്നെ സഹായിക്കുന്നു എന്നതുകൊണ്ട് ഗുരു എന്ന് വിളിക്കുന്നു. അതായത് ഗുരുവിൽ പോയിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല, എന്നിലിരിക്കാനേ പറ്റൂ. അപ്പോൾ റിയലായിട്ടുള്ള ഗുരു അവരവരുടെ താളം കണ്ടെത്താൻ സഹായിക്കുന്ന ആളാണ്. ഗുരുവിനോട് ചാരി നിൽക്കാനല്ല, എന്നോട് ചാരി നിൽക്കുമെന്ന് പറയില്ല, ബ്രഹ്മത്തിനോട് ചാരി നിൽക്കാനേ പറയൂ. ബ്രഹ്മം എന്ന് പറയുന്നത് നമ്മളുടെ ബോധത്തിലെ ഏറ്റവും വികസിതമായ അവസ്ഥയാണ്. ദർ ഈസ് നോ അതർ എന്ന് പറയുന്ന അവസ്ഥ. അപ്പോഴാണ് നമ്മൾ ബ്രഹ്മചാരിയാവുക. നമ്മൾ കല്യാണം കഴിക്കാതിരിക്കുന്നതുകൊണ്ടോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുന്നതുകൊണ്ടോ ഒന്നും ബ്രഹ്മചാരിയാവില്ല. ബ്രഹ്മത്തിൽ ചരിക്കുക. ബ്രഹ്മത്തിൽ ചരിക്കണമെങ്കിൽ നമ്മൾ ബ്രഹ്മത്തോട് ചാരി നിൽക്കണം. ഇപ്പോൾ നമ്മൾ ചാരി നിൽക്കുന്നത് ബ്രഹ്മത്തോടല്ല, നമ്മളിലെ ചില താല്പര്യങ്ങളോടാണ്. വളരെ ശുഷ്കമായ സങ്കുചിതമായ താല്പര്യങ്ങളോട് ചാരി നിന്ന് ജീവിക്കുന്നവരാണ്. അത് മാറ്റിയിട്ട് ബൃഹത്തായ വിശാലമായിട്ടുള്ള അറിവിനോടും വെളിച്ചത്തോടും ചാരി നിന്ന് ജീവിക്കുമ്പോഴാണ് നമ്മൾ ബ്രഹ്മചാരിയാവുക. അപ്പം നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാക്കി തരുന്നു. നീ നിൻ്റെ ഉള്ളിലുള്ള വെളിച്ചം തരുന്ന ഇടങ്ങളോട് ചേർന്ന് നിന്ന് സെൽഫ് റെസ്പെക്റ്റോടു കൂടി ജീവിക്കൂ. അങ്ങനെ ഞാൻ ജീവിക്കാൻ തുടങ്ങുന്നതിനെയാണ് ഗുരുദക്ഷിണ എന്ന് പറയുന്നത്. അല്ലാതെ ഗുരുവിൻ്റെ കാൽക്കൽ വെറ്റിലി അടയ്ക്കൊന്നും കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. റിയൽ ഗുരുദക്ഷിണ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഗുരുവിൻ്റെ ആത്മകഥയുടെ വർക്ക് ചെയ്യുമ്പോൾ ഗുരുവിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയല്ല ചെയ്യുന്നത്. ആ ചെയ്തുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളൊക്കെ എൻ്റെ ബോധം പ്രസന്നമാണ്, പ്രസാദാത്മകമാണ്. ഇപ്പം എൻ്റെ ബോധത്തെ പ്രസാദാത്മകമാക്കുന്ന ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ഗുരുദക്ഷിണ
നൽകുന്ന ആളാണ്. കാരണം അവനവനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഈ അവനവനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ താല്പര്യങ്ങളെ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കലല്ല, എൻ്റെ ചുറ്റും ഇരിക്കുന്നവരൊക്കെ ഞാൻ തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യലാണ്. അതൊരു നമുക്ക് പരിചയമല്ലാത്തൊരു ഏരിയയാണ്. അപ്പോൾ ഇതുപോലെയുള്ള മഹാഗുരുക്കന്മാരുടെ കൂടെ ജീവിക്കുകയും അവരുടെ ജീവിതം മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറേയൊക്കെ നമ്മളിങ്ങനെ വീണ് പോകുന്നിടത്തു നിന്നൊക്കെ എണീറ്റ് വീണ്ടും വീണ്ടും മുമ്പോട്ട് നടക്കും. രസമാണ്. അങ്ങനെ ഈ സൂഫിസം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നടന്നിരുന്നൊരു 17-18 വയസ്സുകാരൻ ഒരു 5 വർഷത്തേക്ക് ഒരു പോക്കിൽ ഒരു 5 വർഷം അവിടെ നിന്നു, 4-5 വർഷം ഗുരുവിൻ്റെ ഒപ്പം. ആ നിൽക്കുന്ന സമയത്ത് ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ അങ്ങയുടെ ഉള്ളിലെ അസ്വാസ്ഥ്യങ്ങൾ മാറ്റി സ്വസ്ഥതയിലേക്കുള്ള യാത്ര, അങ്ങനെ ഒരു ഹാർമണി ഉണ്ടാക്കി. പക്ഷെ അന്ന് ആദ്യമായിട്ട് അങ്ങേക്ക് തന്ന അല്ലെങ്കിൽ അങ്ങേ ഏൽപ്പിച്ചൊരു ദൗത്യം അങ്ങ് പറയുണ്ടായി. ഇവിടെ വായിക്കുകയൊക്കെ കേട്ടതാണ്. ഒരു വളരെ വിലപ്പെട്ട കുറച്ച് പേപ്പറുകൾ തരുകയും അത് പകർത്തി എഴുതാൻ പറയുകയും അതിലൂടെ അങ്ങയുടെ താളം അങ്ങ് മനസ്സിലാക്കിയെടുക്കുന്ന ഒരു, അതിൽ നിന്നാണ് ഞാൻ അങ്ങയുടെ ആ ഒരു വാചകത്തിൽ നിന്നാണ് ആ സ്വാസ്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി. അത് അങ്ങനൊരു പ്രവൃത്തി അല്ല, ഒരു ഉപദേശം തരാതെയോ അല്ലെങ്കിൽ ഒന്ന് ഇരുത്തി അനുഗ്രഹിക്കാതെയോ അല്ലെങ്കിൽ ഒന്നും ചേർത്ത് പിടിച്ചു. അത് കഴിഞ്ഞ് അങ്ങ് തന്ന ജോലി ഒരു സ്റ്റെനോഗ്രാഫർ പോലത്തെ ജോലിയാണ്. പക്ഷെ അത് അങ്ങനെ കാണുകയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിവിടാം. പക്ഷെ അങ്ങയിൽ വന്ന ആ മാറ്റം അതെന്തായിരുന്നു ശരിക്കും? ആ ഒരു അതുവരെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഈ സാധന എന്ന് പറയുന്നത്, എൻ്റെ ഒരു ധാരണ പ്രാണായാമം ചെയ്യുക, ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, തീർത്ഥാടനങ്ങൾ നടത്തുക, യോഗ ചെയ്യുക, മന്ത്രങ്ങൾ ജപിക്കുക, ഇങ്ങനെ സ്പിരിച്വൽ എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള മന്ത്രയോഗം, ധ്യാനയോഗം, ജപയോഗം, പ്രാണായാമ, യോഗാഭ്യാസങ്ങൾ, ഭക്തിയോഗ, രാജയോഗ എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും ഒരു സാധനാ രീതി സ്വീകരിച്ച് ദിവസവും 1 മണിക്കൂർ 2 മണിക്കൂർ സമയം അത് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിലൂടെ ബോധത്തിന് വികാസം ഉണ്ടായി വരും, നമ്മൾ തെളിഞ്ഞു വരും. ആ തെളിച്ചത്തിലൂടെ പ്രാപിക്കേണ്ട ഒന്നാണ് സ്പിരിച്വാലിറ്റി. അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യലാണ് സാധന എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അതിനെ മുഴുവൻ തകിടം മറിക്കുന്ന ഒരു അനുഭവമാണ് ഗുരുനിത്യയുടെ കൂടെ ജീവിച്ചപ്പോൾ ഉണ്ടായത്. അദ്ദേഹം ഇങ്ങനെ ഒന്നും തന്നിട്ടില്ല. എനിക്കൊരു മന്ത്രം തരികയോ പ്രാണായാമം പഠിപ്പിക്കുകയോ നീ ഭക്തിയോ മാർഗത്തിൽ ചരിക്കണമെന്നോ രാജയോഗത്തിൽ ചരിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ദീക്ഷ പോലെ ഒന്നുമില്ല. പക്ഷേ ഞാൻ ഇതിനു മുമ്പ് പ്രാണായാമം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഗുരുവിൻ്റെ അടുത്തതിന് മുമ്പ് ഞാൻ വടകര സിദ്ധാശ്രമത്തിൽ നിന്ന് ദീക്ഷ എടുത്തിട്ടുള്ള ആളാണ്. ഞാൻ പ്രാണായാമം ചെയ്തിട്ടുണ്ട്, ഞാൻ യോഗ ചെയ്തിട്ടുണ്ട്, ഞാൻ ദിക്കറുകൾ സൂഫിസത്തിൽ നിന്ന് ദിക്കറ് സ്വീകരിച്ചിട്ട് ദിക്കറ് ചൊല്ലി നടന്നിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസിലൂടെ ഞാൻ 23-ാമത്തെ വയസ്സിൽ ഗുരുനിത്യയുടെ അടുത്തെത്തുന്ന സമയത്തിന് മുമ്പ് എൻ്റെ ഒരു 15 വയസ്സിന് ശേഷം മുതൽ 23 വയസ്സ് വരെ പലതരത്തിലുള്ള പ്രാക്ടീസുകൾ ചെയ്തു നോക്കിയിട്ടുള്ള ആളാണ്. പക്ഷെ അതൊന്നും എനിക്ക് സ്വസ്ഥത തന്നിട്ടില്ല. തികച്ചും വ്യക്തിപരമായൊരു കാര്യമാണ്. അതൊന്നും സ്വസ്ഥത തരില്ല എന്നതിൻ്റെ അർത്ഥമല്ല. അങ്ങനെ പക്ഷേ സാധന എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഗുരുനിത്യയുടെ അടുത്ത് വന്നപ്പോഴാണ്. ഇതൊന്നുമല്ല സാധനയുടെ ബേസ് എന്ന് എന്നെ പഠിപ്പിച്ചത് ഗുരുവാണ്. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുന്നു. ഞാനൊരു 3 ദിവസം താമസിക്കാൻ വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് ഞാൻ പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഗുരു എഴുതി വച്ചിരുന്ന ഏതൊക്കെയോ ലേഖനങ്ങൾ, അത്രയും വലിയ ലേഖനങ്ങളൊന്നുമല്ല, ഒരു ഫയൽ എടുത്തുകൊണ്ട് വരുന്നു. ഒരു ഡോക്ടർ തമ്പാൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഒരു സന്യാസിയാണ്, സ്വാമി തന്മയ. അദ്ദേഹത്തോട് പറയുന്നു, നമ്മളുടെ ഒരു കെട്ട് ഫയലോടെ വെച്ചിട്ടുണ്ട്, അത് എടുത്തുകൊണ്ട് വരും എന്ന് പറയുന്നു. എന്നിട്ട് ഗുരുവിൻ്റെ വളരെ വില കൂടിയ പേപ്പറുകൾ, ആർട്ട് പേപ്പറാണ്. അതെ. പിന്നെ ഗുരുവിൻ്റെ ഒരു പേന എൻ്റെ കയ്യിൽ തരുന്നു. എന്നിട്ട് പറയുന്നു, നീ ഇത് പകർത്തി എഴുതുക, ഓരോ ലേഖനം. ധൃതിപ്പെടണ്ട, പെട്ടെന്ന് തീർക്കണ്ട, പക്ഷേ അക്ഷരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടരുത്. 10 വരിയിൽ കൂടുതലൊരു പാരഗ്രാഫ് എഴുതരുത്. ഇപ്പോൾ പരമാവധി ഉരുട്ടി എഴുതുക. പിന്നെ വാക്ക് മുറിച്ച് എഴുതരുത്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് എഴുതുമ്പോൾ പറഞ്ഞുകൊണ്ടീന്ന് എഴുതിയിരിക്കുന്നു എന്ന് അടുത്ത വരയിൽ എഴുതരുത്. ആ സ്പേസ് വിട്ടിട്ട് 2ാമത്തെ വരിയിൽ എഴുതുക. ലൈബ്രറിയിൽ പോയിരുന്ന് എഴുതിക്കോ, ഒരു തിരക്കില്ലാതെ എഴുതിക്കോളാൻ പറയുന്നു. ഞാൻ ദിവസവും അത് എഴുതാൻ തുടങ്ങി. തിരക്കില്ല, പെട്ടെന്ന് തീർക്കണ്ട,
അപ്പോൾ ദിവസം ഒരു 20 പേജ് എഴുതും. രാവിലെ തുടങ്ങി രാത്രി വന്ന് അത്രേ എഴുതുള്ളൂ. പക്ഷേ നല്ല വൃത്തിയിൽ എഴുതി കൊണ്ടെടുക്കും. ഗുരു അത് ഫയൽ ചെയ്തൊരു സൈഡിൽ സൂക്ഷിക്കും. ആ ഫയൽ ഇപ്പോഴും ഫേൺഹില്ലിലുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പിന്നീടാണ് മനസ്സിലാക്കിയത്, ഞാനൊരു സാധന ചെയ്യായിരുന്നു. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ധൃതിയില്ലാതെ, വൃത്തിയിൽ, താളത്തിൽ, നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ സമാധാനത്തിന് വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കലിന് പറയുന്ന പേരാണ് സാധന. ഇതിനെയാണ് യമനിയമം എന്ന് പറഞ്ഞിട്ടുള്ളത്. വൃത്തിയിലും വെടുപ്പിലും ജീവിക്കുക എന്നുള്ളതിനാണ് യമനിയമം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളുടെ ബോധത്തിനൊരു ആസനലബ്ധി ഉണ്ടാവും. അപ്പോൾ അടങ്ങി ഒതുങ്ങി ഇരിക്കുക എന്നാണ് യമം നിയമം ആസനം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് ഒരിക്കൽ ഗുരു പറഞ്ഞിട്ടുണ്ട്. യമനിയമം ആസനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോടോ എന്ന് വെച്ചപ്പോൾ നോക്കിയപ്പോൾ അടങ്ങി ഒതുങ്ങിയിരിക്കുക. അപ്പോൾ നമ്മളുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും ധൃതിയില്ലാതെ, ആവേശമില്ലാതെ, വൃത്തിയിലും വെടുപ്പിലും സൗന്ദര്യാത്മകതയിലും ചെയ്തുകൊണ്ടേയിരുന്നാൽ നമ്മുടെ ബോധത്തിനൊരു താളം ഉണ്ടാവും. അതിലേക്ക് പ്രണയമവും മന്ത്രവും ഒക്കെ നടത്തുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷെ അത് ചെയ്തതുകൊണ്ട് താളം കിട്ടില്ല. നമ്മുടെ പൂജാമുറി എന്ന് പറയുന്നത് ഒരു റിഹേഴ്സൽ സ്പേസ് മാത്രമാണ്. സാധന ചെയ്യേണ്ടത് ദൈനംദിന ജീവിത സന്ദർഭങ്ങളിലാണ്. പൊട്ടിത്തെറിക്കുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ ഞാൻ എന്നോട് ഷൗക്കത്തെ അടങ്ങട മോനെ എന്ന് പറയുന്നതിനാണ് സാധന എന്ന് പറയുക. നീ ബഹളം വെക്കണ്ട. നീ ബഹളം വെച്ചാൽ അയാൾ മാത്രമല്ല അസ്വസ്ഥാവുക, നീയും അസ്വസ്ഥാവും, നിൻ്റെ ബോധവും കലുഷാവും. നീ പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ തരംഗവും അയാളിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ നിന്നിലേക്കാണ് പോണത്. അയാൾ പെട്ടെന്ന് അപ്പുറത്തിരിക്കുന്ന ഒരാളെ നോക്കി ചിരിച്ചാൽ അയാളുടെ കാലുഷ്യം മാറും. പൊട്ടിത്തെറിച്ച നിൻ്റെ കാലുഷ്യം 1000 ആളെ നോക്കി ചിരിച്ചാലും മാറില്ല. ചീത്ത കേൾക്കേണ്ടി വന്ന ആളുടെ അസ്വസ്ഥത ഇപ്പുറത്തിരിക്കുന്ന ആൾ ചേർത്ത് പിടിച്ചാൽ പോവും. ചീത്ത പറഞ്ഞ ആളുടെ അസ്വസ്ഥത അയാൾ ആര് ചേർത്ത് പിടിച്ചാലും പോവില്ല. അതിൻ്റെ അർത്ഥം എന്താ? കൂടുതൽ കാലുഷ്യം എന്നിലേക്കാണ് ഇറങ്ങുന്നത്. അതുകൊണ്ട് നീ ശ്രദ്ധിക്കുക. പുറത്തേക്ക് നിൻ്റെ കാലുഷ്യത്തെ ഒഴുക്കി വിടുമ്പോൾ നീ ശ്രദ്ധാലുവാകും, അടങ്ങ്. ഇതിന് പറയുന്ന പേരാണ് സാധന എന്ന് എന്നെ പഠിപ്പിച്ചത് ഗുരുനിത്യയാണ്. അപ്പോൾ ഇത് ദൈനംദിന ജീവിതത്തിലെ ഓരോ ജീവിത സന്ദർഭങ്ങളിലും തൻ്റെയും തൻ്റെ ചുറ്റുപാടുള്ളവരുടെയും താളം മുറിക്കാതെ ശ്രദ്ധാലുവായിരിക്കുന്നതിന് പറയുന്ന പേരാണ് സാധന. യഥാർത്ഥത്തിലുള്ള മന്ത്രം മനസ്സിനെ ത്രാണനം ചെയ്യുന്നതേതോ അത്, എൻ്റെ മനസ്സിൻ്റെ അസ്വാസ്ഥ്യങ്ങളെ രക്ഷിക്കാൻ സഹായിക്കുന്നതേതോ അതാണ് മന്ത്രം. അത് ശ്രദ്ധയാണ് പ്രധാന മന്ത്രം. എൻ്റെ ഉള്ളിലൊരു ചിന്ത ഉണരുമ്പോൾ, എൻ്റെ ഉള്ളിലൊരു വാക്കുണരുമ്പോൾ, എൻ്റെ ബോധത്തിലൊരു പ്രവൃത്തിക്ക് ഞാൻ തയ്യാറാകുമ്പോൾ അതെനിക്കും ചുറ്റുപാടിനും സ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കണമെന്ന് തീരുമാനിച്ച് ഞാൻ ചെയ്യുന്നെങ്കിൽ അത് മന്ത്രമാണ്. ആ ചിന്ത ഒരു മന്ത്രമാണ്, ആ വാക്കൊരു മന്ത്രമാണ്, ആ പ്രവൃത്തി ഒരു മന്ത്രമാണ്. എന്തുകൊണ്ടാണ്? അതെനിക്ക് സമാധാനം തരും. ഇപ്പോൾ ഗുരുനിത്യ അന്ന് അത്രയും നല്ല പേപ്പർ എടുത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ പേന തന്ന് എന്നെക്കൊണ്ട് അത് എഴുതിപ്പിക്കുമ്പോൾ ഞാൻ അവിടെ ദിവസവും പോയിരുന്ന് പരമാവധി ഉരുട്ടി അക്ഷരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാതെ വാക്ക് മുറിക്കാതെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു മന്ത്രജപത്തിലായിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ അറിയുന്നത്. അതൊരു മന്ത്രമാണ്. എൻ്റെ മനസ്സിൻ്റെ എല്ലാ കാലുഷ്യങ്ങളെയും അകറ്റി എനിക്ക് എങ്ങനെയാണ് ഒരു താളത്തിൽ ജീവിക്കേണ്ടത് എന്ന ഒരറിവ് പകർന്ന സാധനയായിരുന്നത്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ താളത്തിൽ ജീവിക്കുന്നതൊന്നും അർത്ഥമല്ല കേട്ടോ. താളം എപ്പോൾ മുറിഞ്ഞു പോകുമ്പോഴും, ജീവിതത്തിൽ താളങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകാറുണ്ട്, പക്ഷെ വീണ്ടും തിരിച്ചു വരാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ആദ്യം ചെയ്യാൻ മുറി പോയിട്ട് വൃത്തിയാക്കി വെക്കും. പോയിട്ട് എന്തെങ്കിലും കണ്ണടച്ചിരുന്ന് നേരെ നിവർന്ന് നിന്ന് രാമരാമാന്ന് ജപിക്കുകയോ ഒന്ന് പ്രാണനെ ശ്രദ്ധിച്ചിരിക്കുകയോ എന്നല്ല ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുക, ഞാനിരിക്കുന്ന ഇടത്തെ ഒന്ന് വ്യവസ്ഥയുള്ളതാക്കും. പുസ്തകങ്ങളൊക്കെ നടക്കി വയ്ക്കും, വേണ്ടാത്ത കടലാസുകളൊക്കെ എടുത്ത് കളയും, കത്തിച്ച് കളയേണ്ടത് പോയി കത്തിച്ച് കളയും, അവിടെ ഇവിടെയും വാരി വലിച്ചിട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ അടക്കി വൃത്തിയാക്കി വയ്ക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇനി മെല്ലെ താളം കിട്ടാൻ തുടങ്ങും. എന്നിട്ട് പോയി കുളിച്ച് വന്ന്
ഇതൊക്കെ ചെയ്തതിന് ശേഷം കുളിച്ച് വന്ന് വെറുതെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. അപ്പം നല്ല സുഖം. ബാഹ്യമായി എൻ്റെ ചുറ്റും വ്യവസ്ഥ ഉണ്ടാക്കിയാൽ മാത്രമേ അകത്ത് വ്യവസ്ഥ ഉണ്ടാക്കാൻ സാധിക്കൂ എന്ന് ഗുരുനിത്യ പഠിപ്പിച്ചത് ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു ആ എഴുതിപ്പിക്കൽ. വ്യവസ്ഥയുള്ളിടത്തെ സ്വസ്ഥതയുണ്ടാവും, അതകത്തായാലും പുറത്തായാലും. ഒരു സാധകൻ എപ്പോഴും ശ്രദ്ധിക്കുക, അതാണല്ലോ എപ്പോഴും പറയുന്നത്, ഈ സാഹചര്യം കൊണ്ട് കള്ളനായി, സാഹചര്യം കൊണ്ട് കൊലപാതകമായി എന്നൊക്കെ പറയും. അപ്പോൾ ഈ സാധന അല്ലെങ്കിൽ ഈ ഒരു റിതം ഉണ്ടായി വരുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ, കാരണം ഇല്ലാത്തതൊന്നാണല്ലോ അത്, അങ്ങെപ്പോഴും പറയുന്നത് നമ്മളത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ സ്ഥിരമായൊരു റിതം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ സാധനം നമ്മളിൽ മാത്രമല്ല വെറും തലമുറകളിലേക്ക് അത് കൈമാറപ്പെടുന്നു എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ ഒരു സ്വസ്ഥനായി ജീവിക്കാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എൻ്റെ DNA അത് പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, അത് അബ്സോർവ് ചെയ്യുകയും പിന്നീട് വരുന്ന തലമുറകൾക്ക് ആ ഒരു പെരുമാറ്റശീലം അല്ല ആ ഒരു ഉപബോധമായ അവർക്ക് ആ ഒരു അവസ്ഥ, ഒരു സൂപ്പർ കോൺഷ്യസ് ആയിട്ട് ആ അവസ്ഥ അവർക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന് അങ്ങയോട് ഒരു കുരങ്ങിൻ്റെ കഥ പറയുകയുണ്ടായി. അതൊന്ന് ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ സ്ത്രീകളെ, കുട്ടികളെ വളരെ റെസ്പെക്റ്റ് ചെയ്യുന്ന, പരമാവധി റെസ്പെക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സാമൂഹികതയിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അല്ല, നമ്മൾ ഇവിടെ ഒരു കാലത്തും സ്ത്രീയെയും കുട്ടികളെയും റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. ചില വ്യക്തികൾ ചെയ്തിട്ടുണ്ടായിരിക്കും, സമൂഹം ചെയ്തിട്ടില്ല. സ്ത്രീ എന്നും അകത്തായിരുന്നു, അന്തഃപുരത്തിൽ. അന്തഃപുരം എന്ന് പറഞ്ഞാൽ അകത്തപുര എന്നാണ് അർത്ഥം. നമ്മുടെ അടുക്കളയൊക്കെ നമ്മളെ ഏറ്റവും ബാക്കിലായിപ്പോയത് അതുകൊണ്ടാണ്. സ്ത്രീകൾ പുറത്ത് വരാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? വളരെ കുറച്ച് നാളായിട്ടുള്ളൂ. അത് ലോകത്തെല്ലാം എടുത്തു. സ്ത്രീ ഒരു ഇൻഡിവിജ്വലായി തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. ഒരു കുഞ്ഞൊരു ഇൻഡിവിജ്വലായി തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. ഒരു കുട്ടികളെ ഒരു വ്യക്തികളായിട്ട് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. പക്ഷെ നൂറ്റാണ്ടുകളായി മനുഷ്യർ നടത്തിയിട്ടുള്ള, കുട്ടികളും സ്ത്രീകളും നടത്തിയിട്ടുള്ള, മുതിർന്നവരും ആണുങ്ങളൊക്കെ നടത്തിയിട്ടുള്ള നിരന്തരമായ ആഗ്രഹങ്ങളുടെയും സമരത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ചിന്തയുടെ ഒക്കെ റിസൾട്ടാണ് ഇപ്പം നമ്മൾ ഒരു ഹോട്ടലിൽ പോയിട്ട് വട്ടത്തിലിരിക്കുമ്പോൾ എപ്പോഴും ഉദാഹരണം പറയാറുള്ളതാണ്. നമ്മൾ 5 ആളൊരു ഹോട്ടലിൽ വീട്ടിലുള്ളവർ പോയി കഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും മെനു ഉണ്ടാവും. 4 വയസ്സുള്ള കുട്ടിയും എന്ത് ഭക്ഷണമാണ് വേണ്ടതെന്ന് അവളാണ് ഓർഡർ ചെയ്യുക. ഒരു 25 വർഷം മുമ്പ് ഒരൊറ്റ ആളുടെ കയ്യിലെ മെനു ഉണ്ടാവും, ആ കുടുംബനാഥൻ. അയാൾ തീരുമാനിക്കും ബാക്കിയുള്ളവർ എന്ത് കഴിക്കണമെന്ന്. എന്ത് വേണമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇല്ല, അയാൾ പറയും, നമ്മൾ കഴിക്കും. ആ ഇരിക്കുന്ന ഓരോ ആളും ആഗ്രഹിക്കുന്നുണ്ടാവും തൊട്ടപ്പുറത്തെ മേശയിലേക്ക് നോക്കിയിട്ട്, എനിക്ക് പൂരി കിട്ടിയിരുന്നെങ്കിൽ, എനിക്ക് ദോശ കിട്ടിയിരുന്നു. പക്ഷേ ഇദ്ദേഹം കയ്യിൽ പിടിച്ച് പറയും 4 പൊറോട്ട, 3 വെള്ളപ്പം, 2 ബിരിയാണി, 3 ഫ്രൈഡ് റൈസ് എന്ന് പറയും. അതെല്ലാവരും കഴിച്ചോളണം. അവിടെ നിന്ന് ഓരോരുത്തർക്കും സ്വതന്ത്രമായ അഭിപ്രായം പറയാവുന്ന ഒരു സാമൂഹികതയിലേക്ക് നമ്മൾ എത്തിയത് എത്രയോ നാളായിട്ടുള്ള സ്ത്രീയുടെയും പുരുഷൻ്റെയും കുട്ടികളുടെയും ഒക്കെ നിരന്തരമായിട്ടുള്ള താല്പര്യങ്ങളും ആവശ്യപ്പെടലുകളും അവകാശപ്പെടലുകളുടെയും ഒക്കെ ഒരു യാത്രയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാളും ഇവിടെ വന്നിരിക്കുന്ന ഇത്രയും ഫ്രീ ആയിട്ടിരുന്ന് നമ്മൾ സംസാരിക്കുന്നതിലേക്ക് എത്തുന്നതിൻ്റെ പിന്നിൽ എത്രയോ തലമുറകളുടെ ഇച്ഛയും ജീവിതവും താല്പര്യവും ഒക്കെ ഉണ്ട്. അതിൻ്റെ റിസൾട്ടാണ് നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് അനുഭവിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ഈ മൈക്ക് നമ്മളിവിടെ ഇരുന്നത് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ 2 പേര് ഒരു കാലത്ത് നമ്മൾ 2 പേരിരുന്ന് സംസാരിക്കുന്നത് നമ്മളുടെ 2 പേരുടെ വർത്തമാനത്തിൽ ഒടുങ്ങുമായിരുന്നു. അവിടെ നിന്ന് എത്രയോ കാലത്തെ ഒരു റിസർച്ചാണ്, മനുഷ്യൻ്റെ നിരന്തരമായ അന്വേഷണമാണ്. അവർ മൈക്ക് കണ്ടുപിടിക്കുന്നു, റെക്കോർഡിംഗ് സിസ്റ്റം കണ്ടുപിടിക്കുന്നു, അതുപോലെ മറ്റ് മീഡിയകളെ കണ്ടുപിടിക്കുന്നു, നമ്മൾക്കിത് ഓൺലൈനിൽ ഇത് എയർ ചെയ്യാൻ കണ്ടുപിടിക്കുന്നു. നമ്മളുടെ 2 പേരുടെയും വർത്തമാനം കുറച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ എവിടെ ഇരുന്ന് ഏത് മനുഷ്യരുടെയും അടുത്തെത്തിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്ത റിസൾട്ട് വളരെ കൂളായിട്ട് ഇവിടെ ഇരുന്ന് അനുഭവിക്കുകയാണ്. അപ്പോൾ എത്ര പേരോട് നമ്മൾ കൃതജ്ഞത ഉണ്ടായിരിക്കും, എത്ര പേരുടെ എഫർട്ട് ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതിന് ശ്രമിച്ച ആദ്യത്തെ ആളെ നമ്മൾ വിഡ്ഢി എന്നാണ് വിളിച്ചിട്ടുണ്ടാവുക. അതെ, അയാൾക്ക് വേറെ പണി. നമ്മൾ 2 ആളും സംസാരിക്കുന്നത് ഇവിടെ അവസാനിക്കും, 3-മതൊരാൾക്ക് പകരാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. അവിടെ നിന്ന് ആ ഒരു അറിവിനെ ഭേദിച്ച്
എത്രയോ വർഷങ്ങളായി നൂറ്റാണ്ടുകളായി നടത്തിയിട്ടുള്ളൊരു ജേണിയുടെ റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ കൂളായിട്ട് ഇവിടെ ഇരുന്ന് അനുഭവിക്കുക. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ വാച്ച്, ഈ ഷർട്ട്, ഈ മുണ്ട്, ഈ കണ്ണട, എവറിത്തിങ് എത്രയോ കാലമായി മനുഷ്യർ നടത്തിയ പ്രയത്നത്തിൻ്റെ റിസൾട്ടാണ് ഞാൻ ഈ കൂളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൃതജ്ഞത ഉണ്ടാകുന്നതിന് പറയുന്ന പേരാണ് സ്പിരിച്വാലിറ്റി. റിയൽ സ്പിരിറ്റ് അറിയുക. എൻ്റേതെന്ന് മാത്രം പറയാവുന്ന ഒന്നും എൻ്റെ കൂടെ ഇല്ല. എൻ്റെ ശരീരത്തിലെ ജീനെടുത്ത് പരിശോധിച്ചാൽ കോടാനുകോടി മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും ജീവിച്ച ജീവിതത്തിൻ്റെ സംഘാതമാണ് ഈ ശരീരം. അത് ഞാൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ല. ഞാനിട്ടിരിക്കുന്ന ഈ ജുബ്ബ എത്ര മനുഷ്യരുടെ പ്രയത്നമാണ്. ഈ കണ്ണട. അപ്പോൾ എത്രയോ എത്രയോ മനുഷ്യരുടെ പ്രയത്നത്തിൻ്റെ റിസൾട്ടാണ് ഈ ഇരിക്കുന്ന ഞാനും പ്രേമം. ആ അറിവിനെയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഇതിപ്പോൾ ജലാലുദ്ദീൻ റൂമിയുടെ ഒരു മനോഹരമായൊരു കോട്ടുണ്ട്. ഞാൻ കടലിലെ ഒരു തുള്ളി ജലമല്ല, ഞാൻ ഒരു തുള്ളി ജലത്തിലെ കടലാണ്. ഈ ഒരു തുള്ളിയായിട്ടിരിക്കുന്ന ഒരു കടലാണ് എന്ന അറിവാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. സാധനയുടെ യാത്ര ചെയ്യുന്ന സമയത്ത് എപ്പോഴും പറയപ്പെടുന്നതാണ് സൗഖ്യമായിരിക്കുക. കാരണം അങ്ങയുടെ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞിനെ മടിയിലിരുത്തി നമ്മളെങ്ങനെയാണോ സമാധാനത്തോടെ ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ മനുഷ്യന് വരുത്താൻ എപ്പോഴും കഠിനമായ ചില സമയത്ത് ആൾക്കാർ പറയും ഇങ്ങനെ വ്യായാമങ്ങൾ ചെയ്യുക, അങ്ങ് പറഞ്ഞ പോലെ പ്രാണായാമം ചെയ്യുക. പക്ഷേ ഇതിൻ്റെ പുറകിലേക്ക് ഒരു സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ പുറകിലേക്ക് പോകുമ്പോൾ മനുഷ്യൻ എപ്പോഴും വളരെ അസ്വസ്ഥനാണ് പല കാര്യങ്ങളിലും. അപ്പോൾ ചില ദർശനങ്ങളിലേക്ക് നമുക്ക് ആ ദർശനം കിട്ടുന്ന സമയത്ത് ഇന്നത്തെ സാധാരണ അല്ലെങ്കിൽ വളരെ കോമൺ മാനായിട്ടുള്ള ആൾക്കാർക്ക് ആ ഒരു സൗഖ്യം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ അത്ര ഈസി ആയിട്ട് അറ്റൈൻ ചെയ്യാൻ പറ്റുമോ? ഒരാൾക്കൊരു സ്വസ്ഥമായിട്ടിരിക്കുക എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങൾ ചേർന്നിട്ടാണ്. ഇപ്പോൾ എന്തെങ്കിലും ധ്യാനിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചത് കൊണ്ടോ ഒന്നും സമാധാനമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നേരം ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ നമുക്ക് ബേസിക്കായിട്ടുള്ള ഇപ്പോൾ ഒരു നമ്മുടെയൊക്കെ ഒരു ഉപനിഷത്ത് പാരമ്പര്യം അനുസരിച്ച് അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം, ഇങ്ങനെ പഞ്ചമയ കോശങ്ങളെക്കുറിച്ച് പറയും. അപ്പോൾ ഈ എല്ലാ റിലവും പീസ്ഫുള്ളായി കിട്ടണം. ഇപ്പോൾ ഏറ്റവും ബാഹ്യമായിട്ടുള്ളതാണ് അന്നമയം. അന്നമയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം മാത്രമല്ല, നമ്മുടെ ശരീരവും ശരീരത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രകൃതിയും. അപ്പോൾ നമ്മുടെ പഞ്ചഭൂതാത്മകമായ പ്രകൃതിയും പഞ്ചേന്ദ്രിയങ്ങളോട് കൂടിയിരിക്കുന്ന ശരീരവും വൃത്തിയും വെടുപ്പുള്ളതാവണം ഞാൻ സ്വസ്ഥമായിട്ടിരിക്കണമെങ്കിൽ. എളുപ്പമുള്ള കാര്യമല്ല. ഇനി അതുകൊണ്ട് സ്വസ്ഥത ഉണ്ടാവും. എൻ്റെ പ്രാണനിൽ ഹാർമണി ഉണ്ടാവണം, എൻ്റെ മനസ്സിൽ ഹാർമണി ഉണ്ടാവണം, എൻ്റെ ചിന്തകൾ ഹാർമോണിയസ് ആവണം. അപ്പം ഇങ്ങനെ എല്ലാ ഘടകങ്ങളും ഹാർമോണിയസായി വന്നാൽ മാത്രമാണ് ഒരു സിസ്റ്റത്തിന് സ്വസ്ഥതയുടെ തുടർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഏറെക്കുറെ അത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് സദാസ്വസ്ഥനായിട്ടിരിക്കുക എന്ന് പറയുന്നത്. അത്യപൂർവമായ ചില മനുഷ്യർക്ക് മാത്രം സാധിച്ചിട്ടുള്ളൊരു കാര്യമാണ് എപ്പോഴും സമാധാനത്തിലിരിക്കുക എന്ന് പറയുന്നത്. അത് നമുക്ക് സാധ്യമല്ല. പക്ഷെ ഒരുവിധം കുഴപ്പമില്ലാതെ ഹാർമോണിയസായി സമാധാനത്തിൽ മുമ്പോട്ട് പോവുക എന്ന് പറയുന്നൊരു പണിയാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുക. അതിന് നമ്മളുടെ ഈ ഓരോ ഏരിയകളിലും ശ്രദ്ധ കൊടുക്കണം. ഉപനിഷത്ത് ഋഷിമാർ ഉപയോഗിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വാക്ക് ശ്രദ്ധയോടെ ഇരിക്കുക എന്നുള്ളതാണ്. ആ ശ്രദ്ധയോടെ ഇരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കാൻ പല സാധനങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ സാധനകളൊക്കെ നമ്മളെ ശ്രദ്ധയുള്ള ഒരാളാക്കിയില്ലെങ്കിൽ സാധന ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പം എൻ്റെ ആഗ്രഹങ്ങൾ, നമ്മുടെ അസ്വാസ്ഥ്യങ്ങളുടെ മൂലകാരണങ്ങളിലൊന്ന് അമിതമായ ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരമാണ് സമാധാനം എന്ന് തെറ്റിദ്ധരിച്ച ജീവിയാണ് നമ്മൾ. എൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ സാക്ഷാത്കരിച്ചാൽ എനിക്ക് സമാധാനം കിട്ടുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മുടെ അനുഭവം എന്താ? ഒരു 10 ആഗ്രഹം സാക്ഷാത്കരിച്ചാൽ അതിൽ നിന്ന് 50 ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും. അതാണ് നമ്മുടെ അനുഭവം.
ഈ അനുഭവത്തിലേക്ക് നമ്മൾ തീരെ നോക്കുന്നില്ല. അപ്പോൾ ആഗ്രഹങ്ങൾ വേണ്ട എന്നോ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കേണ്ട എന്നൊന്നുമല്ല അർത്ഥം. നമ്മളിത് മനസ്സിലാക്കുമ്പോൾ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിച്ചു എന്നതുകൊണ്ട് കിട്ടുന്നതല്ല സമാധാനം. അതാണ് അതിൻ്റെ അടിസ്ഥാന പ്രമാണം. ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിച്ചപ്പോഴൊക്കെ അതിൽ നിന്ന് കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകും, പിന്നെ അതിൻ്റെ പിന്നാലെ പോകും. ഇത് അവസാനമില്ലാതെ തുടരുകയാണ്. ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ മറ്റേ സാധനയും കൂടി ചേർത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് ഒരാളിങ്ങനെ ഒരു നല്ല ഒരു ശുദ്ധ ജലാശയം, ഒരു ഭാഗത്തുനിന്ന് ഒരാൾ ചെളിവെള്ളം ഇങ്ങനെ കോരി ഒഴിക്കുക, ഒരു ഭാഗത്തുനിന്ന് ഒരാൾ ശുദ്ധജലം കോരി ഒഴിക്കുക. എന്ത് കാര്യം? ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് സ്റ്റോപ്പ് ചെയ്യണം. ഇതിലേക്ക് എൻ്റെ ബോധത്തിൻ്റെ തെളിമയെ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ എന്തൊക്കെയാണ് അവിടെ വന്ന് വീഴുന്നത്, എൻ്റെ ബോധത്തിൻ്റെ തെളിമ ഉണ്ടാക്കുന്ന എന്തൊക്കെയാണ് വന്ന് വീഴുന്നത്, ഇത് രണ്ടും തിരിച്ചറിയുക. ഇങ്ങനെ നിത്യാനിത്യ വസ്തു വിവേകം എന്ന് പറയുന്നത്. എൻ്റെ ബോധത്തിന് സമാധാനം തരുന്ന തരത്തിൽ ഉള്ളത് ഏതൊക്കെയാണ്, എൻ്റെ ബോധത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ഏതൊക്കെയാണെന്നുള്ള തിരിച്ചറിവുണ്ടാവുക. ഇതിനെയാണ് ധാരണ എന്ന് പറയുക. നമുക്ക് ആദ്യം ഉണ്ടാവേണ്ട ഒരു സാധനമാണ്. അപ്പോൾ നോക്കുമ്പോൾ അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ, അമിതമായിട്ടുള്ള ആസക്തികളൊക്കെ എനിക്ക് പ്രശ്നമാണ്. അപ്പോൾ അതിലൊരു മിതത്വം ഉണ്ടാക്കണം. വേണ്ടാന്ന് വെക്കണമെന്ന് ഒരു ആളും പറഞ്ഞിട്ടില്ല, ഒരു ഋഷിയും പറഞ്ഞിട്ടില്ല. ക്യാൻസലേഷൻ അല്ല പറയുന്നത്, ബാലൻസിങ് ആണ്. ബാലൻസിങ് ആണ് യോഗ. ഇപ്പോൾ യോഗ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യുക എന്നല്ല അർത്ഥം. അത് യോഗ അഭ്യാസമാണ്. യോഗ എന്ന് പറയുന്നത് എൻ്റെ ബോധം എപ്പോഴും എക്സ്ട്രീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് സമാധാനത്തിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും അസ്വസ്ഥതകളിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്. നമ്മൾ ജീവിതത്തിലേക്ക് നോക്കിയാൽ അറിയാം. അതിനൊന്ന് ബാലൻസ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ സമാധാനം ഇരിക്കുന്നത് ഭൗതികമായ സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലല്ല. ഭൗതികമായ സാഹചര്യങ്ങൾ വേണം, പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ മുഴുവൻ എനർജി കൊടുക്കുന്നത് ഭൗതികമായ സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അതിലേക്കൊന്ന് ആദ്യം നോക്കുക, അവിടെ ഒരു മിതത്വം വരുത്തുക. ഒരു വര വരയ്ക്കാൻ ഓരോരുത്തരും തീരുമാനിക്കണം. വേണം, പക്ഷെ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടിയിട്ട് ഞാൻ ഇപ്പുറത്ത് എന്ത് ധ്യാനിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ളത് മതി. ആവശ്യം, അനാവശ്യം, അത്യാവശ്യം, 3 തരത്തിലാണ് നമ്മളെ ബോധത്തെ ഭരിക്കുന്നത്. ലോകത്തിലെ എല്ലാ ജീവികളും അനാവശ്യമായതിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല. ഒരു ജീവി തനിക്ക് വേണ്ടാത്തത് എന്ന് തോന്നിയത് അവർ കാണുകയേ ചെയ്യില്ല മുമ്പിൽ കൊണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ. പൂച്ചി നായനൊക്കെ ശ്രദ്ധിച്ചിട്ട് അവർക്ക് വേണ്ടാത്തൊരു ഭക്ഷണം കൊണ്ടിട്ട് കൊടുത്ത് നോക്കും, ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. നമ്മളോ എല്ലാം സ്വന്തമാക്കിയാൽ സമാധാനം ഉണ്ടാവുമെന്ന് ധരിക്കുന്നവരാണ്. അതുകൊണ്ടല്ലേ സൂപ്പർ മാർക്കറ്റിലെ ഓഫറുകൾക്ക് ഇത്രയും പ്രാധാന്യം. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് കണ്ടാൽ നമുക്ക് ആവശ്യമില്ലെങ്കിലും വാങ്ങിക്കും, കാരണം ഒന്ന് ഫ്രീ കിട്ടുന്നതാണ്. എന്നാൽ ഇത് തനിക്ക് ആവശ്യമുള്ളതാണോ, തൻ്റെ വീട്ടിൽ ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, ഒന്നും ആലോചിക്കില്ല. ഇത് കൂടുതൽ ഭാരമാവുമോ, ഒന്നും ആലോചിക്കില്ല. അതായത് അനാവശ്യങ്ങളെ അത്യാവശ്യങ്ങളാക്കി മാറ്റുന്ന ആസുരീയതയാണ് മനസ്സ്. അനാവശ്യങ്ങളാണ്, ഒരാവശ്യമില്ലാത്തത് നിൻ്റെ ജീവിതത്തിന് അത്യാവശ്യമാണെന്ന് നമ്മളെക്കൊണ്ട് മനസ്സിൽ സമ്മതിപ്പിക്കാൻ നമ്മുടെ പരസ്യങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഒരു കാര്യമില്ലാത്തൊരു സാധനം. അപ്പോൾ എന്താണ് സാധന? റിയലായിട്ടുള്ള സാധന, ഞാനൊരു സ്ഥലത്ത് ആദ്യം അടങ്ങി ഒതുങ്ങിയിരിക്കണം. ഫസ്റ്റ് സാധന. എന്നിട്ട് ഞാൻ എന്നോട് പറഞ്ഞു, ഷൗക്കത്ത്, നീ ഇപ്പോൾ ഇത്രയും നാളത്തെ നിൻ്റെ ജീവിതത്തെ ഒന്ന് എടുത്ത് വയ്ക്കുക മുമ്പിൽ. എന്നിട്ട് എത്രയോ കാര്യങ്ങൾ നീ അത്യാവശ്യമാണെന്ന് കരുതി നീ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ, നിൻ്റെ ജീവിതത്തിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നിനക്ക് സത്യത്തിൽ സമാധാനം തന്നിട്ടുണ്ടോ? സ്വയം ചോദിക്കുക. അതോ അത് കൂടുതൽ ഭാരമാണോ ഉണ്ടാക്കിയിട്ടുള്ളത്? അങ്ങനെ ഭാരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ആ അനാവശ്യങ്ങൾ ഇനി എടുക്കില്ലെന്ന് തീരുമാനിക്കുക. ഉള്ളതിനെ കളയി. എന്നിട്ട് നിൻ്റെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള, നിനക്ക് ശരിക്കും നിൻ്റെ ജീവിതത്തിൻ്റെ സമാധാനത്തിന്
ആവശ്യമുള്ളതെന്ന് നിനക്ക് തോന്നുന്നത് മാത്രം വയ്ക്കുക. അനാവശ്യങ്ങളെ ഒഴിവാക്കുക. അപ്പോൾ അനാവശ്യങ്ങളെ പോലും അത്യാവശ്യങ്ങളാക്കി സ്വന്തമാക്കിയ കുറേ കാര്യങ്ങൾ നിൻ്റെ അകത്തും പുറത്തൊക്കെ ഉണ്ട്. അതിനൊക്കെ വേണ്ടാന്ന് വെക്കുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ സാധനം. അപ്പോൾ അത് വേണ്ടാന്ന് ഇപ്പോൾ നമ്മുടെ മുറിയിൽ വീട്ടിൽ പോയിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കാത്ത സാധനങ്ങളുണ്ടാവും. ഇത് ഈ പ്രളയം വന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വളരെ റിച്ചായിട്ടുള്ള സുഹൃത്താണ്. ആളുടെ വീടിൻ്റെ താഴ്ഭാഗം മുഴുവൻ ചളി വന്നു നിറഞ്ഞു. ചളി വന്ന് നിറഞ്ഞൊക്കെ നശിച്ചു. എന്നിട്ട് അവനതൊക്കെ എന്നോട് ചിരിച്ചിട്ടാണ് പറയുന്നത്. അവൻ പറയണത് 8 ലക്ഷത്തിൻ്റെ ഒരു സോഫ സെറ്റ് ഉണ്ടായിരുന്നു. 8 ലക്ഷം അത് കംപ്ലീറ്റ് പോയി. ഒരു 5 ലക്ഷത്തിൻ്റെ പാത്രങ്ങൾ പോയി. പക്ഷേ ഷൗക്കത്ത് ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ? ഈ സോഫ സെറ്റ്, ഈ പാത്രം ഞങ്ങൾ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. ആ സോഫയിൽ ഒരാൾ പോലും ഇരുന്നിട്ടില്ല. കാരണം വരുന്നവരൊക്കെ ഇരിക്കുക. അതേപോലെ വളരെ വില കൂടിയ വീട്ടിൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഒരു ഡൈനിങ് ടേബിളുണ്ട്. ആ ടേബിളിൽ ഇരുന്നിട്ട് ഞങ്ങൾ ആകെ ഭക്ഷണം കഴിച്ചിട്ടുള്ളത് 3 പ്രാവശ്യമാണ്. ഞങ്ങൾ വീട്ടിലുള്ളവരായാലും പുറത്തുനിന്ന് വന്നവരൊക്കെ ഞങ്ങൾ അടുക്കളയിലൊരു ഡൈനിങ് ടേബിളുണ്ട്, കുറച്ച് ചെറുത്, സാധാരണ കസേരയൊക്കെയുള്ള ഡൈനിങ് ടേബിൾ. ഇതൊരു 12 കസേരയുള്ള ഡൈനിങ് ടേബിളാണ്. ഭയങ്കര ഡെക്കറേഷൻസൊക്കെ ഉള്ള ഡൈനിങ് ടേബിൾ. ആ വീട് പാർക്കലിൻ്റെ സമയത്ത് അവിടെ ഇരുന്നിട്ടുണ്ട്. തീരെ കംഫർട്ടബിൾ അല്ല അതിലിരിക്കാൻ. അപ്പോൾ ഞങ്ങൾ വീട്ടിലുള്ള ഞാനും ഭാര്യയും കുട്ടികളും അടുക്കളയിലുള്ള ആ ഇതിലാണ് കഴിക്കുക. പിന്നെ വരുന്നവരൊക്കെ അവിടെ ഇരുന്നിട്ട് കഴിക്കൂ. അപ്പോൾ ആകെ 3 പ്രാവശ്യം ഇതിൽ കഴിച്ചിട്ടുള്ളൂ. ഒരിക്കൽ പോലും വളരെ വില കൂടിയ പ്ലേറ്റുകളാണ് ഷോക്കേസിലിരിക്കുന്നത്. ഒരിക്കൽ പോലും നമ്മൾ ഈ അടുക്കളയിലുള്ള 5-8 പാത്രങ്ങളുണ്ട്, അതെടുത്തിട്ടേ ഭക്ഷണം കഴിക്കാറുള്ളൂ. 2 സിറ്റിംഗ് സ്പേസ് ഉണ്ട്. ഒരു ഗസ്റ്റുകൾക്ക് ഇരിക്കാൻ വേണ്ടി നമ്മൾ നല്ലൊരു ഗസ്റ്റ് റൂമുണ്ട്. അതിലാണ് ഈ വില കൂടിയ സോഫാസ്. അതിലാണെങ്കിൽ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല. കാരണം അത്രയും വലുതാണ്, ബൾക്കി ആയിട്ടുള്ളൊരു സാധനം. അപ്പോൾ സാധാരണ ഒരു സോഫ സെറ്റ് ഉണ്ട് കയറി വരുന്നിടത്ത്, വില കുറഞ്ഞൊരു സാധനം. വരുന്നവരൊക്കെ അതിലിരുന്നിട്ട് വർത്താനം പറയുള്ളൂ. അവിടെ ആകെ ഈ വീട് പാർക്കലിൻ്റെ സമയത്ത് മാത്രമേ ഇരുന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ പ്രളയം കഴിഞ്ഞപ്പോൾ ഞാൻ ഇരുന്ന് ചിരിക്കുകയാണ്. ഈ നശിച്ച സാധനങ്ങൾ മൊത്തം, അതിൽ അടുക്കളയിലുള്ള ഫ്രിഡ്ജ്, ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളതുള്ളൂ. കൂടുതലും എനിക്ക് നഷ്ടം പറ്റിയതൊക്കെ ഇത്രയും വർഷം എൻ്റെ വീടിൻ്റെ സ്പേസിനെ അപഹരിച്ച ഞാൻ ഒരിക്കലും ഉപയോഗിക്കാത്ത സാധനങ്ങളായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല തെങ്ങ് വെട്ടിയിട്ട് തെങ്ങ് കൊണ്ട് ഫർണിച്ചർ ഉണ്ടാക്കി, എന്നിട്ട് അവിടെയൊക്കെ കൊണ്ടുവന്ന് ഇട്ടു ചെറുത്. ഇപ്പോൾ വീട് കാണാൻ നല്ല ഐശ്വര്യമാണ്, ഇഷ്ടംപോലെ സ്പേസാണ്. മറ്റേത് ഗസ്റ്റ് റൂമിൽ ആ സോഫ സെറ്റ് ഇട്ടാൽ പിന്നെ സ്ഥലമില്ലായിരുന്നു. ഇപ്പോൾ ചെറിയ ഫർണിച്ചറുകളൊക്കെ ഇട്ട് പാത്രങ്ങളൊന്നും പിന്നെ വാങ്ങിച്ചിട്ടില്ല. ആ സ്പേസോടെ ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. മുറിയിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു സമാധാനം. ഇതിന് പറയുന്ന പേരാണ് സാധന. ഇതേപോലെ എൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ മനസ്സിൽ അനാവശ്യമായിട്ടുള്ള ഒരുപാട് സോഫ സെറ്റുകളും ഒരുപാട് പാത്രങ്ങളും അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഒരു കാര്യമില്ലാതെ. വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, പുറത്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അനാവശ്യമായി ഭൗതികമായും ആത്മീയമായുമൊക്കെ ഞാൻ എന്നോട് ചേർത്ത് വെച്ചിട്ടുള്ളതിനെ മുഴുവൻ എടുത്ത് കളയലാണ് ആദ്യം ചെയ്യേണ്ട സാധന. അത് ചെയ്തിട്ടേ അടുത്തൊരു സ്റ്റെപ്പിനെ കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ. ഇവിടുന്നാണ് നമ്മൾ നമ്മുടെ സ്പിരിച്വാലിറ്റി തുടങ്ങേണ്ടത്. അതെന്തൊക്കെയാണ്? അത് ഓരോരുത്തർക്കും ഓരോന്നാണ്. അപ്പോൾ അയാൾക്ക് സോഫ സെറ്റ് ആയിരിക്കും എടുത്ത് കളയേണ്ടത്. എനിക്കെടുത്ത് കളയേണ്ടത് ഒടുക്കത്തെ പക ഒരുത്തനോട് ചിലപ്പോൾ ഞാൻ കൊണ്ടുനടക്കുന്നുണ്ടാവും. അവർക്ക് 2 പണി കൊടുത്തിട്ടേ ഞാൻ അടങ്ങും. പലരും പറയാറുണ്ട്. ആ പകയെ എടുത്തു മാറ്റാതെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അപ്പുറത്തിരിക്കുന്നവനോടുള്ള പക സൂക്ഷിച്ച് നടക്കുന്ന എൻ്റെ മനസ്സ് ജീവിതത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എന്നെയാണ് ഞാൻ നശിപ്പിക്കുന്നത്. ഞാൻ എന്നെ തന്നെ ഇരിക്കുന്ന കൊമ്പ് വെട്ടുന്ന പോലെയാണത്. അവനൊരു കുഴപ്പമില്ല, അവൻ കൂളായിട്ട് ജീവിക്കുകയാണ്. അതുകൊണ്ട് ഈ പക എന്ന് പറയുന്നത് എന്നെ തന്നെ നശിപ്പിക്കുന്ന ഒരു ഇമോഷനാണ്. അതുകൊണ്ട് ഞാനത് എടുത്ത് കളയണം. അറിവ് കൊണ്ടാണ് എടുത്ത് കളയേണ്ടത്, ധ്യാനിച്ചിട്ടല്ല. ഇത് എനിക്ക് ദോഷം ചെയ്യുന്നതാണെന്ന് സ്വയം മനസ്സിലാക്കിയെന്നതാണ് എടുത്ത് കളയൽ എന്ന് പറയുന്നത്. ആ റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ് എടുത്ത് കളയൽ. ഇത് ഞാനിഞ്ഞ് വെച്ച് പൊറിപ്പിക്കില്ല, ഇതിനെ ഞാനിഞ്ഞ് പരിപോഷിപ്പിക്കില്ല,
വിട്, പോ, എനിക്ക് വേറെ വെളിച്ചത്തിലേക്ക് തിരിയണം. അപ്പോൾ കൂടുതൽ വെളിച്ചമുള്ളതിലേക്ക് ഞാൻ തിരിയുമ്പോൾ ഇതങ്ങ് പോകും മനസ്സിലാക്കിയിട്ട്. ഇങ്ങനെ അകത്ത് കാമക്രോധ ലോഭ മത മോഹ മാത്സര്യങ്ങളുടെ അസൂയ വെറുപ്പ് വിദ്വേഷം എന്നൊക്കെ പറഞ്ഞ് മത്സരം മാത്സര്യ ബുദ്ധി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തരത്തിലുള്ള അനാവശ്യമായ ഇമോഷൻസ് പേറി നടക്കുന്ന ഒരു ഞാനുണ്ട്. അത് ആവശ്യത്തിന് മതി. ഇപ്പം നമ്മളൊരു കുഞ്ഞിനെ ചീത്ത പറയേണ്ട വഴക്ക് പറയേണ്ട ഒരു സന്ദർഭം ഉണ്ടായാൽ ഉറപ്പായിട്ട് വഴക്ക് പറയണം. പക്ഷേ ആ കടുപ്പം കുറയ്ക്കണം. എല്ലാറ്റിലുമുള്ള കടുപ്പത്തെ കുറച്ചോ മൂർച്ച കുറച്ചും ഉണ്ടായിരുന്നു. നമുക്ക് ഒരു വീട് സുന്ദരമായിട്ടിരിക്കാൻ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വേണം. പക്ഷേ കാണുന്നിടത്ത് കാണുന്നതൊക്കെ കൊണ്ടുവന്ന് ഇടണ്ട. അത് തനിക്ക് ഭാരമായിട്ട് മാറുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ സ്ഥലത്ത് പോകുമ്പോൾ ഒരു സാധനം കാണുമ്പോൾ ഇത് നമ്മുടെ വീട്ടിലേക്ക് കൊള്ളാമെന്ന് ഉടൻ ഞാൻ പറയണം, ഷൗക്കത്ത് അത് വേണ്ട, ആവശ്യത്തിന് അതുണ്ട്, നീ അത് കണ്ട് ആസ്വദിച്ചിട്ട് അടുത്ത വണ്ടിക്ക് സ്ഥലം വിട് എന്ന് സ്വയം പറഞ്ഞ് ശീലിക്കുക എന്ന് പറയുന്ന പേരാണ് സാധന. ഇപ്പം എനിക്ക് അനാവശ്യങ്ങളെ പോലും അത്യാവശ്യങ്ങളാക്കി മാറ്റുന്ന മനസ്സിൽ നിന്നുള്ള മുക്തിയാണ് ആദ്യത്തെ സാധന. ആവശ്യത്തിനുള്ളത് മതി എന്ന് തീരുമാനിക്കലാണ് സ്പിരിച്വലായിട്ടുള്ള സാധന. ഇത് രണ്ടും നിരന്തരം നടക്കണം. തീർച്ചയായിട്ടും ഇത് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ മനസ്സിൽ വന്നൊരു കോൺസെപ്റ്റാണ്. അപ്പം ഈ ബുദ്ധി ആയിട്ടാണല്ലോ ഈ ശ്രദ്ധ എപ്പോഴും കണക്ട് ചെയ്ത് വെക്കുന്നത്. ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന സാധനം എപ്പോഴും ബുദ്ധി, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അങ്ങ് ഗുരുവിൻ്റെ തലച്ചോറായി മാറുന്നതും. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഹൃദയം എന്നുള്ളൊരു വികാരം, ഈ വികാര തള്ളിച്ചയും ഈ ബുദ്ധിയോട് കോർത്തിണക്കിയിട്ടുള്ള ഈ ശ്രദ്ധയും, ഇതിനൊരു ഇക്വിലിബ്രിയം കൊണ്ടുവരണം എന്നാണ് അപ്പം അങ്ങ് പറഞ്ഞെത്തിയിട്ടുള്ളത്. അതിനെന്തെങ്കിലും ഇപ്പം പല ആൾക്കാർക്കും പല മെത്തേഡാണ്. കാരണം അങ്ങ് നേരത്തെ പറഞ്ഞ കുഞ്ഞുങ്ങളെ അംഗീകരിച്ചു തുടങ്ങിയത് എന്നാണ് സ്ത്രീകൾ നമ്മൾ ആക്ച്വലി ഫ്രണ്ടിൽ കാണാൻ തുടങ്ങി, അടുക്കള പോലും പുറകിലേക്ക് പോയെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ മനുഷ്യൻ പരസ്പരം ഇല്ലാതായത് ഇപ്പോൾ കുറച്ച് ജനറേഷൻസിൽ വന്നതിന് ശേഷം പുതിയ ജനറേഷനിൽ കുറവാണിപ്പം. ഇത്രയും ജനങ്ങൾ ഉണ്ടായിട്ട് പോകും കൂടുതലാണെന്നാണ് പറയുന്നത്. അത് അങ്ങനെ സംഭാഷണം ഇപ്പോൾ അങ്ങ് കാണുന്ന ഒരു വലിയ പോസിറ്റീവ് കോൺസെപ്റ്റാണ്. അപ്പോൾ ഈ വികാരവും വിചാരവും, ലൈക്ക് ഈ ബുദ്ധി കുറത്തിണക്കിയ വികാരം, ഇതിനെ എങ്ങനെയാണ് നമ്മൾ എപ്പോഴും ഒരു ബാലൻസിങ് ആക്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക? ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു പുസ്തകം ഭക്തിയതിയുടെ നിർവചനം എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. ഗുരുനിത്യയുടെ പല പുസ്തകങ്ങളിൽ നിന്നെടുത്ത് കോട്ട്സൊക്കെ ചേർത്ത് എഴുതിയൊരു ബുക്കാണ്. അപ്പോൾ അത് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ കോളേജിൽ അവതരിപ്പിച്ചൊരു പേപ്പറാണ്. അത് ഞാൻ വെറുതെ ഗുരുവിന് കാണിച്ചിരുന്നു. അങ്ങനെ ഗുരുവാണ് അത് ആദ്യം പുസ്തകമാക്കുന്നത്. ഗുരു തന്നെയാണ് എൻ്റെ ആദ്യത്തെ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. അതിന് ഗുരു ഒരു ആമുഖം എഴുതി. ആ ആമുഖത്തിൽ ഗുരു പറഞ്ഞു, നടരാജ ഗുരു എനിക്ക് അവസാനമായി തന്നൊരു ഉപദേശമുണ്ട്. നിത്യ, നിനക്കിപ്പോൾ 7 ബുദ്ധിയും 3 ഭക്തിയുമാണ്. അതൊന്നുകൂടി ഒന്ന് സമീകരിച്ച് ഒരു 5 ബുദ്ധിയും 5 ഭക്തിയുമായാൽ യുക്തി സഹായകമല്ലാതെ വരുന്നിടത്ത് ഭക്തി നിന്നെ സഹായിച്ചേക്കും. അത് നടരാജു ഒരു ഗുരുവിന് കൊടുത്ത അവസാനത്തെ ഉപദേശം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പോയതൊക്കെ. അപ്പോൾ ഇത് നമ്മളുടെ എന്താണ് പിന്നെ ഭക്തി എന്നുള്ളതാണ്. നമ്മൾ ഭക്തി എന്ന് പറയുമ്പോൾ എന്തോ അമ്പലത്തിൽ പോലോ ചർച്ചിൽ പോലോ പള്ളിയിൽ പോലോ അല്ല, എസ്തെറ്റിക് സെൻസാണ് അത്. നമുക്കൊരു ജീവിതത്തിനോട് ഒരു എസ്തെറ്റിക് സെൻസ് ഉണ്ടാവുക, ഒരു കവിത ഉണ്ടാവുക, കാവ്യാത്മകമാവുക. അതേപോലെ തന്നെ ഇപ്പം നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു ചെടി വാടി നിൽക്കുന്നതാണ്. നമ്മൾ അത്യാവശ്യത്തിന് ഇറങ്ങി നമ്മൾ നേരെ ബാക്കിലേക്ക് പോയി ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ആ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഭക്തിയാണ്. അത് നമ്മളുടെ ഇമോഷൻസിനെ പ്യൂരിഫൈ ചെയ്യും. അതായത് നമ്മളുടെ ചുറ്റും നമ്മളുടെ കരുതൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്നിടത്തേക്കൊക്കെ നമ്മളുടെ കരുതലിനെ നീട്ടലിനെ പറയുന്ന പേരാണ് ഭക്തി എന്ന്. റിയലായിട്ടുള്ള ഭക്തി അതാണ്. അത് നമ്മളുടെ ഇമോഷൻസിനെ ദ്രവീകരിക്കും, നമ്മളുടെ വൈകാരിക ശരീരത്തെ ശുദ്ധീകരിക്കും. കഥാർസിസ് എന്നൊക്കെ പറയുന്ന ഒരു സാഹിത്യം കൊണ്ട്, സർഗാത്മകത കൊണ്ട് സംഭവിക്കുന്നത് നമ്മുടെ ഒരു ഹൃദയ വിമലീകരണം എന്നാണ് കഥാർസിസ് എന്നുള്ളൊരു വാക്കിൻ്റെ ഒരു സ്വതന്ത്ര പരിഭാഷ. ഇപ്പം നമ്മളുടെ ഒരു ഹൃദയ വിമലീകരണം
സംഭവിക്കാൻ സഹായിക്കുന്ന എന്തും ഭക്തിയാണ്. ഇപ്പോൾ നമ്മളൊരു ദേവനെയോ ദേവിയെയോ സങ്കല്പിച്ച് ആ സങ്കല്പം നമ്മളുടെ ഹൃദയത്തെ വിമലീകരിക്കുന്നുണ്ടെങ്കിൽ അത് ഭക്തിയാണ്. പക്ഷെ അത് മാത്രമല്ല ഭക്തി. എൻ്റെ തൊട്ട് മുമ്പിലുള്ള കാര്യം പിറ്റേന്ന് നമ്മൾ വരുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നല്ലൊരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവർ ഓരോ ചെടിയുടെ അടുത്തും പോയിട്ട്, ഇപ്പോൾ റംബൂട്ടാൻ്റെ ഒരു ചെടിയുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, റംബൂട്ടാനെ അങ്ങ് പിടിക്കണില്ല തീരെ. അപ്പോൾ ഞാൻ ദിവസം പോയിട്ട് അതിനോട് പറയും, എന്താ നീ ഇങ്ങനെ ഒന്ന് തളിർക്ക്, ബാക്കിയുള്ളവരൊക്കെ എത്ര ഉഷാറായിട്ട് നിൽക്കുക, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരേണ്ടതുണ്ടോ എന്നൊക്കെ അതിനോട് ഇങ്ങനെ വർത്താനം പറയും, അതിനെ തലോടൊക്കെ ചെയ്യുന്നവർ. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളും ഒന്ന് ചെയ്യുമോ ദിവസം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ ഞാനിവിടെയുള്ള ദിവസമൊക്കെ ഞാനും പോയിട്ട് വർത്താനം പറയാം. അങ്ങനെ ഞങ്ങൾ രണ്ടാളും, ഞാനും പോയിട്ട് അതിന് വെള്ളമൊഴിക്കും, എന്നിട്ട് ഞാനും പറയും റംബൂട്ടാനും തലോടിയിട്ട്, എത്ര ദിവസമായി അവരിങ്ങനെ പറയണില്ലേ, അപ്പോൾ അവർക്ക് വിഷമല്ലേ, ഒന്ന് തളിർത്തൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവരും ഇതന്നെ പറയും. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്തൊക്കെ വീടുകളിൽ ഒരു എല്ലാറ്റിനും ഒരു പ്രസരിപ്പ് കൂടുതലുള്ള പോലെ തോന്നും. അപ്പോൾ വെറുതെ അങ്ങനെ പറയും മാത്രമല്ല കേട്ടോ, വെള്ളം കൊടുക്കുന്ന വളമിടൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് വെറുതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ആ ചെടിയുമായിട്ട് അവർ നിരന്തരമായി നടത്തിയിട്ടുള്ള ആ ഒരു ആശയവിനിമയത്തിലൂടെ അവർ വളരെ ലൈറ്റാവുന്നുണ്ട്, അവർ ഹൃദയാലു ആകുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള മനുഷ്യരിൽ ഏറ്റവും ഹൃദയാലുത്തുള്ള ഒരു ലേഡിയാണ് അവർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഭയങ്കര ഹാപ്പി ആയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വാ 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 എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ ചെന്നപ്പോൾ എന്നെ പിടിച്ചുകൊണ്ട് കാണിച്ചു തന്നപ്പോൾ അതിൽ പുതിയ ഇലകളൊക്കെ ഉണ്ടായി വന്നിരിക്കുകയാണ്. അവരങ്ങ് ഈ പ്രപഞ്ചം മുഴുവൻ അവർക്ക് കിട്ടിയ സന്തോഷമാണ്. എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉണങ്ങി നിന്നിരുന്ന ഒരു ചെടിയിൽ കുറച്ച് ഇല ഉണ്ടായിട്ടേ ഉള്ളൂ, പക്ഷേ അത് ഭക്തിയാണ്. അവരുടെ വീട്ടിൽ വരുന്ന ഒരു പൂച്ച, കാടൻ പൂച്ച, എവിടുന്നോ വരുന്നൊരു പൂച്ചയാണ്, ഭയങ്കര പ്രശ്നക്കാരനാണ്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാനവിടെ ചെന്ന സമയത്ത് അതിൻ്റെ ഈ കണ്ണിൻ്റെ ഒരു ഭാഗത്ത് എന്തോ പഴുത്തിട്ടുണ്ട്. അപ്പോൾ അവരിത് കണ്ടു. അവരെന്നോട് പറഞ്ഞു, ആ കാടൻ പൂച്ച അതിൻ്റെ കണ്ണിൻ്റെ അവിടെ ഒരു പഴുപ്പ് ഇങ്ങനെ പഴുത്തൊലിക്കുന്നുണ്ട്, എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ ഞാൻ പറഞ്ഞു, കാടൻ പൂച്ചയാണ്, എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. അതെൻ്റെ ബുദ്ധിയാണ്. എൻ്റെ ബുദ്ധി പോകേണ്ടത് എവിടേക്കാണ്? അതൊരു കാടൻ പൂച്ചയാണ്, അതിനെ നമ്മൾ പിടിക്കുക ചെയ്താൽ അത് ആക്രമിക്കും, മാന്തും, അതൊക്കെ പ്രശ്നമാവും. അവർ പോണത് അങ്ങനെ കാടൻ പൂച്ച എന്നല്ല, അവരുടെ ഹൃദയമാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അവർ പറയണില്ല ഷൗക്കത്ത്, അതിന് വയ്യ തീരെ, നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ഞാനതിൽ നിന്ന് പിൻവലിയാനാണ് പെട്ടെന്ന് ശ്രമിച്ചത്. അവർ ശ്രമിക്കുന്നത് നേരെ തിരിച്ചാണ്. അവർക്ക് കാടൻ പൂച്ചയാണെന്നോ, അവർക്കൊരു ജീവിയാണത്. അവസാനം ഞാൻ പറഞ്ഞു, നമുക്ക് നോക്കാമെന്നല്ലെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഓയിൽമെൻറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഓയിൽമെൻറ്റ് ഉണ്ട്, അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ എന്തായാലും കുറച്ച് ഭക്ഷണം ഇട്ട് കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ ഒരു ഭക്ഷണം ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ മെല്ലെ പുറത്തിറങ്ങി, ഈ ഓയിൽമെൻറ്റായിട്ട് പുറത്തിറങ്ങി. അപ്പോൾ അത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മെല്ലെ അതിൻ്റെ പെടലിലേക്ക് പിടിച്ചു. അപ്പോൾ അതിങ്ങനെ നിന്നു, കാരണം അതിന് വയ്യ, അത്ര പെയിനുണ്ട്, പഴുത്തൊലിക്കുകയാണ്. അതിനെ മരുന്ന് വെച്ച് കൊടുത്തു. ഒരാഴ്ച മുമ്പാണ് മരുന്ന് വെച്ച് കൊടുത്തു. ഇപ്പോൾ 2-3 സ്ഥലത്തുണ്ട്, ഒക്കെ മരുന്നൊക്കെ തുടച്ചു കൊടുത്തു. അത് പോയി. പെട്ടെന്ന് അത് നീറ്റിൽ വന്നപ്പോൾ അത് കുതറിയിട്ട് പോയി. ഇപ്പോൾ ഇന്നലെ ആ പൂച്ച അവിടെ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഉണങ്ങിയിരിക്കുന്നു. അത് ഉണങ്ങി കണ്ടപ്പോൾ ഞാനും അവരും അനുഭവിച്ച ഒരു ധന്യതയുണ്ട്. അതിന് പറയുന്ന പേരാണ് ഭക്തി. ഇത് നമ്മുടെ മുമ്പിൽ ഇത്തരം സന്ദർഭങ്ങൾ സ്ഥിരമുണ്ട്. നമ്മളുടെ ചുറ്റും നമ്മളുടെ കരുതൽ ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്കൊക്കെ നമ്മളുടെ കരുതൽ കടന്നു ചെല്ലുകയും നമ്മളാൽ കഴിയുന്നത് പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ മാത്രം നമ്മുടെ ഉള്ളിലുണ്ടാകുന്നതാണ് ഹൃദയവിമലീകരണം. മറ്റത് സാങ്കല്പികമായ ശുദ്ധിയാണ്, ജപിച്ചും മന്ത്രം ചൊല്ലിയും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഉണ്ടാകുന്നത്. അത് സാങ്കല്പിക, അതുകൊണ്ട് മാത്രം കാര്യമില്ല. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇപ്പോൾ ഞാനൊരു സ്ഥലത്തിരുന്നിട്ട് ഇങ്ങനെ ജപിച്ച് ഒരു അനുഭൂതിയുടെ ലോകത്തിലേക്ക് എത്തി കണ്ണൊക്കെ നിറഞ്ഞൊഴുകും. അത് സിനിമ കണ്ടിട്ട് കണ്ണ് നിറഞ്ഞൊഴുകുന്ന പോലെ ഒരു കാര്യമല്ല. നമ്മൾ കരുണയുള്ള സിനിമ കണ്ടിട്ട് നമ്മളിരുന്ന് കരയും, തൊട്ടടുത്തിരിക്കുന്ന ആളറിയാതെ ഷോൾഡറിലേട്ടിയാൽ നമ്മൾ തുറച്ചു നോക്കുകയും ചെയ്യും. ഒരു സാങ്കല്പികമായ കാരുണ്യത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും.
മറ്റത് അങ്ങനെയല്ല. ചെടിക്ക് വെള്ളമൊഴിക്കൽ അങ്ങനെയല്ല. അത് തരുന്ന വെളിച്ചം വേറെയാണ്. അതാണ് ഹൃദയ വിമലീകരണം ഉണ്ടാക്കും. അതുകൊണ്ട് ആശയപരമായ സാങ്കല്പികമായ ആനുഭൂതിക പ്രപഞ്ചത്തിലേക്ക് പോകുന്നതിനേക്കാൾ ദൈനംദിന ജീവിതത്തിൽ ഇപ്പോൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ചിട്ടുള്ള ഒരു അവബോധത്തിൽ നമ്മൾ ഇരിക്കുന്നു. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണെന്നുള്ള ഒരു വലിയ വെളിച്ചത്തിലിരുന്ന് നമുക്കൊരു അനുഭൂതി ഉണ്ടായി, ഉള്ളിൽ ഹൃദയ ആർദ്രത ഉണ്ടായി, ഒരു കുഴപ്പമില്ല. പക്ഷേ അതോടൊപ്പം തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന വിഷമിക്കുന്ന ഒരു മനുഷ്യനെ ഹൃദയപൂർവ്വം ഒന്ന് സ്പർശിക്കാനും നമ്മളുടെ നന്മ പകർന്നു കൊടുക്കാനും കഴിഞ്ഞില്ലെങ്കിൽ ആ ആർദ്രതയും അനുഭൂതിയും നിഷ്ഫലമാണ്, വേസ്റ്റാണ്. പക്ഷേ ഈ പ്രപഞ്ചം മുഴുവൻ ഒന്നാണെന്ന് പറയുന്ന ഒരു അനുഭൂതി സങ്കല്പിച്ച് ഞാൻ ഉണ്ടാക്കിയുമ്പോൾ പുറത്തിറങ്ങിയ ഒരാൾ, വിഷമിച്ചിരിക്കുന്ന ഒരാളെ കാണുമ്പോൾ ഞാൻ തന്നെയാണ് ആ ഇരിക്കുന്നത്, അയാളുടെ വിഷമം എൻ്റെയും വിഷമമാണെന്ന് തിരിച്ചറിഞ്ഞ് എന്നാൽ കഴിയുന്നൊരു സപ്പോർട്ട് അയാൾക്ക് കൊടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആദ്യത്തെ അനുഭൂതിക്ക് എൻ്റെ ഹൃദയ വിമലീകരണത്തിന് സഹായകരാവുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ഈഗോ വിജൃംഭിക്കാൻ മാത്രമേ സഹായിക്കൂ. ഞാൻ ഭയങ്കര അനുഭൂതിയിലുള്ള ആളാണെന്ന് സ്വയം പറയാം, ഹൃദയ വിമലീകരണം ഉണ്ടാവില്ല. അതായത് പ്രവൃത്തിയിലേക്ക് വരാത്ത ഭക്തി വേസ്റ്റാണ്. ലോകത്ത് ഇത്രമാത്രം ഭക്തി ഉണ്ടല്ലോ. ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയാണ്, ഭക്തരാണ്. മക്കയിൽ, ജെറുസലേമിൽ, ഇപ്പം കുംഭമേളക്കൊക്കെ നമ്മൾ കാണുമല്ലോ, ഫുൾ പ്രാർത്ഥനാമയമാണ്. എന്നിട്ട് എന്താണ് മനുഷ്യന് തൊട്ടടുത്തിരിക്കുന്ന ആളോട് കരുതലില്ലാത്ത? പ്രാർത്ഥനയുടെ കുറവാണോ? ഭക്തിയുടെ കുറവാണോ? ഒരിക്കലുമല്ല. കൂടുതൽ വിഭാഗീയത ഉണ്ടാക്കുന്നു. പേടിയാണിപ്പോൾ. മതങ്ങളുടെ കൂട്ടായ്മകൾ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. അപ്പുറത്തൊരു ശത്രു കൂടി വരികയാണ് ഇവരുടെ ഉള്ളിൽ. ഏകതയല്ല ഉണ്ടാവുന്നത്, എല്ലാം ഒന്നാണെന്നുള്ള അവബോധമല്ല ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സാങ്കല്പികമായ അനുഭൂതി താഴത്തേക്ക് ഇറങ്ങി വന്ന് തൻ്റെ മുമ്പിലിരിക്കുന്ന സർവരും ഒരു വിഭാഗീയതയില്ലാതെ കാണാനും തൻ്റെ എല്ലാ കരുതലും എല്ലാവരിലേക്കും പ്രസരിപ്പിക്കാനും കഴിയുന്ന ഒരു മനസ്സിനെ ഉണ്ടാക്കുന്നില്ലെങ്കിൽ, അങ്ങനെ ഒരു ഹൃദയ വിമലീകരണം ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഭക്തി പോലെ അപകടം പിടിച്ചൊന്നുമില്ല, ഏറ്റവും വലിയ ഹിംസയായിട്ട് മാറും. ഗുരുനിത്യ ഒരിക്കൽ പറയും, അറിവില്ലായ്മയേക്കാൾ ഭയക്കേണ്ടത് അറിവിനെയാണ്. കാരണം ദൈവത്തിൻ്റെ പേരിലാണ് ലോകത്ത് ഹിംസകൾ കൂടുതലുണ്ടായിട്ടുള്ളത്, ചെകുത്താൻ്റെ പേരിലല്ല. എൻ്റെ ദൈവമാണ് ശരിയായ ദൈവം എന്ന് പറഞ്ഞിട്ടാണ്. നിൻ്റെ ദൈവം ശരിയായ ദൈവമല്ല. ചെകുത്താൻ്റെ പേരിൽ ആരും യുദ്ധം ചെയ്തിട്ടില്ല. ചെകുത്താൻ ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ അറിവിൽ വെളിച്ചമുണ്ടാവണം. നമുക്ക് നമ്മുടെ അറിവിൽ വെളിച്ചമുണ്ടാവണം. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഒന്നാണെന്ന് പറയുന്നൊരു അറിവ് എൻ്റെ ഉള്ളിലുണ്ടായി. ആ അറിവുണ്ടായ ഞാൻ എൻ്റെ മുമ്പിലുള്ള മനുഷ്യനെ ജാതിയുടെയും മതത്തിൻ്റെയും ദേശത്തിൻ്റെയും പേര് പറഞ്ഞ്, ആശയത്തിൻ്റെയും പേര് പറഞ്ഞ്, ഞങ്ങൾ നിങ്ങളെന്ന് പറഞ്ഞ് പോരടിക്കുന്ന ഒരാളാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഒന്നാണെന്നുള്ള അറിവ് എനിക്ക് ഗുണമല്ല ചെയ്തിട്ടുള്ളത്, ദോഷം ചെയ്തിട്ടുള്ളത്. അപ്പം അത് പല മതസാരവും ഏകമെന്ന് പാരാതെ ഉലകിൽ ഒരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട് അലയാതെ അമർന്നിടണം എന്ന് ഗുരു പറയുന്ന ഒരറിവ് നമുക്കുണ്ടാവണം. അപ്പോൾ യുക്തിഭദ്രമായ വിചാരഭദ്രമായ ഒരു ബ്രഹ്മജ്ഞാനം നമുക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ ഹൃദയഭദ്രമായ ഹൃദയ വിമലീകരണം ഉണ്ടാക്കുന്ന കരുണയുടെയും കരുതലിൻ്റെയും ഒരു പ്രവൃത്തി മണ്ഡലവും നമുക്ക് ആവശ്യമാണ്. ഈ വിചാരവും ഈ ഭക്തിയും കൂടി ചേരുന്ന ഒരു ബോധാവസ്ഥയിൽ മാത്രമേ നല്ലൊരു മനുഷ്യനുണ്ടായി വരൂ. അങ്ങനെ നമ്മൾ കൊള്ളാം, നല്ല മനുഷ്യത്തുള്ള ആളാണെന്ന് നമ്മൾ പറയും. അങ്ങനെ എപ്പോഴും കേൾക്കാനും വായിക്കാനും ഇഷ്ടമാവുന്ന ഒരു 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 ശൈലി, എഴുത്തിൻ്റെ ശൈലി ഉണ്ടല്ലോ. അപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് ഇന്നാ തോന്നുന്നു അങ്ങ് ഗ്രൂപ്പിൽ അയച്ച ഒരു മെസ്സേജ്, ശിവൻ വെളിച്ചമാവുന്നു, പക്ഷേ ആ ശിവൻ എൻ്റെ ചരിത്ര ശിവനല്ല, ബോധശിവനാണ്. ബോധശിവനാണ്. പക്ഷെ അത് സത്യം പറയുകയാണെങ്കിൽ
വായനകളൊക്കെ തന്നെ ചെറുപ്പകാലം കഴിഞ്ഞപ്പം മാറ്റിവെച്ച ഒരു യുവത്വം പറയാൻ അറിഞ്ഞുകൂടാ 40 കഴിയുമ്പോൾ ആ ഒരു യുവതലമുറയ്ക്ക് എപ്പോഴും വായനയുടെ വെളിച്ചം അങ്ങ് എപ്പോഴും നൽകാറുണ്ട്. കാരണം അങ്ങയുടെ ഫേസ്ബുക്കിലായിക്കോട്ടെ, അങ്ങ് എവിടെ അങ്ങൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് എഴുത്തിലൂടെയാണ് അധികവും. അതോടൊപ്പം തന്നെ പ്രസംഗം നടത്തുന്നില്ല എന്നല്ല, പക്ഷേ നവമാധ്യമങ്ങൾ അങ്ങയുടെ എഴുതാൻ പ്രേരിപ്പിക്കുന്ന, ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന, ഈ ചരിത്ര ശിവനല്ല എൻ്റെ ശിവൻ, വെളിച്ചമാകുന്ന ശിവനാണ്, അത് ഉള്ളിൽ ഉൾക്കാഴ്ച നൽകുന്ന ശിവനാണെന്ന് അങ്ങ് എഴുതിയത്. അത് ഒന്ന് യതീഷയുടെ പ്രേക്ഷകർ, കാരണം അത് സത്യം പറഞ്ഞാൽ അതൊരു വരിയായിട്ടല്ല എനിക്ക് തോന്നിയത്, അതൊരു വലിയൊരു ബുക്കായിട്ടാണ്. കാരണം ശിവം എന്ന് പറഞ്ഞ വാക്കിന് വെളിച്ചം എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ പൊതുവെ ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈലാസത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന, നമ്മളൊക്കെ കുറേ കാലങ്ങളായിട്ട് കണ്ട് പരിചയിച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. നല്ല മസിലൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്, ഒരു പുരുഷനാണ്, ഒരു വ്യക്തി ആണ് എന്നുള്ള രീതിയിൽ. ശിവശക്തി എന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു ആശയമുണ്ട് അവിടെ. ശിവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശവത്തിൻ്റെ ഓപ്പോസിറ്റാണ്. ശവമയമായിരിക്കുന്ന ബോധത്തെ ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തിച്ചുണർത്തി ശിവമയമാക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെയാണ് സാധന എന്ന് പറയുക. ശവം എന്ന് പറഞ്ഞാൽ ജഡത്വം, ശിവം എന്ന് പറഞ്ഞാൽ ചൈതന്യം. ഇപ്പം ജാഡ്യത ബാധിച്ച ബോധത്തെ ചിന്ത കൊണ്ടും കർമ്മം കൊണ്ടും വാക്കുകൊണ്ടും സാത്വികമായിട്ടുള്ള ചര്യകൾ കൊണ്ടൊക്കെ ഉണർത്തി ചൈതന്യവത്യാക്കി തീർത്താലുണ്ടാകുന്ന ബോധാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ശിവം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ശിവം അതൊരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സാണ്. അതൊരു വ്യക്തിയോ ഏതെങ്കിലും മലയുടെ മുകളിലിരിക്കുന്ന പുരുഷൻ ആണോ അല്ല. അതിന് നമ്മൾ അങ്ങനെ ഒരു വെളിച്ചം ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ടൂൾ എന്ന് പറയുന്നത് മനസ്സാണ്. വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും ഒക്കെ ഒരു സങ്കേതം എന്ന് പറയാവുന്ന നമ്മൾ വിളിക്കുന്ന മനസ്സ്. അപ്പോൾ ആ മനസ്സിനെ ഹാർമോണിയസ് ആക്കുന്നതിലൂടെ മാത്രമേ നമ്മളുടെ ബോധത്തിൽ വെളിച്ചം ഉണ്ടാവുള്ളൂ. മനസ്സിന് പറയുന്ന പേരാണ് ശക്തി, പാർവതി. അപ്പോൾ നമ്മളുടെ ശക്തിയെ ഹാർമോണിയസ് ആക്കുന്ന സമയത്ത് നമ്മൾ വെളിച്ചമായിട്ട് ചേരും. ശിവനും ശക്തിയും യുക്തം പോലെ യോജിക്കുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് വരും. അവിടെയാണ് നമ്മൾ ഒരു ഈസിനെസ്സിലാവുന്നത്, ശിവാവസ്ഥയിലാകുന്നത്. അതൊരു ശാന്താവസ്ഥയാണ്, ഭസ്മാന്തം. ഇപ്പോൾ ശിവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ 3 വര വരയ്ക്കാറുണ്ട് ഭസ്മം കൊണ്ട്. എന്താണ് ഈ 3 വര? മനസ്സിൻ്റെ 3 ഗുണങ്ങളാണ് സത്വ രജോ തമോ ഗുണങ്ങൾ. ഈ സത്വ രജോ തമോ ഗുണങ്ങളുടെ ഏറിമാറി തിരിയലുകളാണ് മനസ്സെന്ന് പറയുന്നത്. അത് നമ്മൾ കൂടുതൽ കാലുഷ്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ കാലുഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന സത്വരജോ തമോ ഗുണങ്ങളുടെ പ്രവർത്തനങ്ങളെ മുഴുവൻ വേണ്ടവണ്ണം ഹാർമോണിയസ് ആക്കുമ്പോൾ അതിലുള്ള എല്ലാ കന്മഷങ്ങളും പോകും, വിഷങ്ങളും പോയിട്ട് അത് ഭസ്മം പോലെ ആവും. ഭസ്മം എന്ന് വെച്ചാൽ ശുദ്ധാവസ്ഥയാണ്, ഏറ്റവും ശുദ്ധമായ അവസ്ഥ. അപ്പം മനസ്സിലെ കാലുഷ്യങ്ങളെല്ലാം മാറി സത്വരജോ തമോ ഗുണങ്ങളുടെ അസ്വസ്ഥമായ ചലനങ്ങളെല്ലാം മാറുന്ന ഒരവസ്ഥ വന്നാൽ നാം ശിവാവസ്ഥയിലാണ്. ആ സത്വരജോ തമോ ഗുണങ്ങളൊക്കെ സൗമ്യവും ശാന്തവുമായി തീരുന്ന അവസ്ഥയെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് 3 വര. സത്വരജോ തമോ ഗുണങ്ങൾ ശാന്തമാകുന്ന ഒരവസ്ഥ നെറ്റിയിൽ എഴുതി കാണിക്കണം, ഇതാണ് ഞാൻ. സത്വരജോ തമോ ഗുണങ്ങൾ ഹാർമോണിയസ് ആയാൽ നിങ്ങൾ ശിവാവസ്ഥയിലാണ്. അതിന് മനസ്സിനെ ഹാർമോണിയസ് ആക്കണം. അത് നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും ഹാർമോണിയസ് ആകുമ്പോഴേ മനസ്സ് ഹാർമോണിയസ് ആവും. അതിന് സഹായിക്കുന്ന ഏത് സാധനയും സ്വീകരിക്കാം. അങ്ങനെ ഈ മനസ്സും നമ്മുടെ വെളിച്ചവും തമ്മിൽ എപ്പോഴും ഒരു വടംവലിയാണ്. കാരണം വെളിച്ചത്തിൽ നിന്ന് അകന്നു പോകുന്ന രീതിയിലാണ് മനസ്സ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിനെ പരിധിയിൽ കൊണ്ടുവന്ന് അത് ഹാർമോണിയസ് ആകുമ്പോൾ ഉടനെ നമ്മൾ നമ്മുടെ സെൽഫിനെ അനുഭവിക്കും. നമ്മൾ ഏറ്റവും സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ സെൽഫിലാണ്. അല്ലാത്ത സമയത്ത് നമ്മളൊരു സുഖം, എന്തോ പിടിവിട്ട പോയ അവസ്ഥയ്ക്കാണ് അസ്വസ്ഥത എന്ന് പറയുന്നത്. നമ്മൾ ചേർന്നിരിക്കേണ്ട ഏതോ ഇടത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോയതുപോലെ അനുഭവിക്കുമ്പോഴാണ് നമ്മൾ റെസ്റ്റ്ലെസ് ആകുന്നത്.
പക്ഷെ ഇടയ്ക്ക് നമ്മൾ അതിലേക്ക് വന്നിരിക്കാറുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ കുറേ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ ഇപ്പം നമ്മൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കും. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു സമാധാനം. എന്താ സമാധാനം? നമ്മുടെ മനസ്സ് അടങ്ങിയിരിക്കുന്നു. മനസ്സ് ആവേശത്തിന് അടിമപ്പെടുന്നില്ല. അതായത് അത് ഭസ്മം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മളുടെ ശിവാവസ്ഥ, സ്വസ്ഥത, ശിവം എന്ന് പറഞ്ഞാൽ സ്വസ്ഥം എന്നാണ് അർത്ഥം. സ്വസ്ഥമായിട്ടിരിക്കുന്ന, ശാന്തം, ശിവം, അദ്വൈതം എന്നൊക്കെ പറയില്ലേ, രണ്ടില്ലാതെ ശാന്തമായി വെളിച്ചത്തോടു കൂടി ഇരിക്കുന്ന ബോധാവസ്ഥയാണ് ശിവം. അപ്പം ഇങ്ങനെ ഒരു ബോധത്തിനോട് ചേർത്ത് വെച്ച് വളരെ ബോധശാസ്ത്രപരമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ടേംസാണ് അതൊക്കെ. അല്ലാതെ അതിങ്ങനെ എന്താ പറയുക, നമ്മൾ വിശ്വസിക്കുന്ന രീതിയിലുള്ള ഇമേജസ് അല്ല അത്. പക്ഷെ അങ്ങനത്തെ ഇമേജസ് ഉണ്ടായാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ആ ഇമേജ് തെറ്റാണെന്നല്ല, അത് നമ്മളെ ശാന്തമാക്കാൻ സഹായിക്കുമെങ്കിൽ എന്തു ആവാം. ഇപ്പം നാരായണ ഗുരു പറയും, മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യും മനുജന് മറ്റൊരു വേല ചെയ്തിടേണ്ട. വനമലർ കൊയ്തും അതല്ലയായികിൽ മായാ മനുവുരുവിട്ടുമിരിക്കിൽ മായ മാറും. ഗുരു പറയുന്നത് നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടായാൽ മതി, എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പം മനമലർ കൊണ്ട്, മനസ്സാകുന്ന മലര് കൊണ്ട് വെളിച്ചത്തെ ധ്യാനിക്കുന്ന ആൾ വേറെ ഒന്നും ചെയ്യണ്ട, ചുമ്മാ ഇരുന്നാൽ മതി. ഇനി അതല്ല, കാട്ടിൽ നിന്ന് പൂവ് പറിച്ചു കൊണ്ടുവന്ന് ഒരു കല്ല് വെച്ച് ദേവനോ ദേവിയായിട്ട് സങ്കല്പിച്ച് അതിന് പൂജ ചെയ്താലും കുഴപ്പമില്ല. ഇനി അതല്ല, മായാമന്ത്രങ്ങൾ ഇങ്ങനെ ഉരുവിട്ടിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ മായ മാറണം. നിങ്ങളെ സ്വസ്ഥമാവാൻ സഹായിക്കുന്നതാവണം. എന്ത് ചെയ്യുന്നു എന്നുള്ളതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് നമ്മളിലെ ആ വെളിച്ചത്തിനോട് ചേർന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് മറന്നു പോകരുത്. അല്ലാണ്ട് എവിടെയും ജയിക്കാനല്ല. അപ്പോൾ എന്തും ആവാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ശിവൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മനുഷ്യനല്ല, രൂപമല്ല. അത് ബോധത്തിൻ്റെ ചൈതന്യാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ശിവം. അത് ശവത്തിൻ്റെ ഓപ്പോസിറ്റാണ് ശിവം. ജാഡ്യതയിൽ നിന്ന് ചൈതന്യത്തിലേക്കുള്ള ഒരു യാത്രയുണ്ട്. ആ യാത്ര ചെയ്ത് നമ്മൾ സ്വാസ്ഥ്യത്തിൽ എത്തിച്ചേരുമ്പോൾ, നമ്മളിലൊരു ചൈതന്യം അനുഭവിച്ച് നമ്മളിങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ നമുക്ക് പറയാം, ഞാനിപ്പോൾ ശിവാവസ്ഥയിലാണ്. ഓം നമ ശിവായ നമ്മളറിയാണ്ട് പറയും. അത് വെറുതെ ചടുലായിട്ട് ഓം നമ ശിവായ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമല്ല. ആ സ്വസ്ഥതയിലിരിക്കുമ്പോൾ ഓം നമ ശിവായ, ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ സ്വസ്ഥതയായിരിക്കുന്ന ശിവമേ നിന്നെ ഞാൻ നമിക്കുന്നു. അതുകൊണ്ട് ഇവിടെ തൊട്ടിട്ടല്ല നമ്മൾ പറയുക ഓം നമ ശിവായ. അങ്ങനെ പുറത്തോട്ട് നോക്കിയിട്ടല്ലല്ലോ പറയുക, സ്വസ്ഥത അനുഭവിക്കുമ്പോൾ പറഞ്ഞു പോകുന്നതാണത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഓരോന്നിനെയും മനസ്സിലാക്കുമ്പോൾ എല്ലാ ഇമേജിൻ്റെ പിന്നിലും ഇതുപോലൊരു വെളിച്ചമുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഇത്തരം പൗരാണികമായിട്ട് രൂപപ്പെട്ടിട്ടുള്ള ഇത്തരം നാമരൂപങ്ങൾക്കൊക്കെ പിന്നിൽ ഒരു വലിയ വെളിച്ചം കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഇവരൊക്കെ അത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതൊക്കെ നമ്മൾ വിട്ടിട്ട് നമ്മൾ വളരെ എക്സ്റ്റേണലായിപ്പോയി, അതിൻ്റെ ബാഹ്യത്തിൽ മാത്രം ഉടക്കി കിടക്കുന്നവരായിപ്പോയി. ഇപ്പം സൗന്ദര്യലഹരി മുഴുവൻ വായിച്ചാൽ നമുക്ക് എന്താണ് ശിവെന്ന് മനസ്സിലാവും. അതിലെവിടെ നമ്മൾ ഇങ്ങനത്തെ, അല്ലെങ്കിൽ ദേവി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവും, ശക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവും, അതൊരു വലിയ ദർശനമാണെന്ന് മനസ്സിലാവും, വലിയ ദാർശനികമായിട്ടുള്ളൊരു ലോകമാണെന്ന് മനസ്സിലാവും. അത് ബോധം തന്നെയാണെന്ന് മനസ്സിലാവും. ബോധത്തിൻ്റെ കേന്ദ്രമായിരിക്കുന്ന, കരുവായിരിക്കുന്ന, സർവ്വതിനെയും പ്രഭവിപ്പിക്കുന്ന കേന്ദ്രമേതോ അതാണ് ശിവശക്തി സ്വരൂപമായിരിക്കുന്നത് എന്ന് മനസ്സിലാവും. അപ്പം അത് ഈ പറയുന്ന പോലെയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മനസ്സിലാക്കാൻ ഇഷ്ടം. നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ കാലങ്ങളായിട്ട് നമ്മൾ കേട്ടു പോകുന്ന, ശീലിച്ചു പോകുന്ന സങ്കുചിതമായിട്ടുള്ള ചെറിയ അറിവിൻ്റെ ബാഹ്യതലം വിട്ട് സൂക്ഷ്മതയിലേക്ക് പോകാൻ നമ്മൾ തയ്യാറല്ല. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ വികാരത്തെ വ്രണപ്പെടുത്തി എന്നൊക്കെ പറയും. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അതെല്ലാ റിലീജിയൻ്റെ ഒരു പ്രോബ്ലമാണ്, എല്ലാ വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമാണത്. എല്ലാ വിശ്വാസികളുടെ ഒരു പ്രോബ്ലം അതാണ്. എന്തിനാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് ഒരിക്കലും സ്വയം ചോദിക്കാറില്ല. വെറുതെ വിശ്വസിച്ചിട്ട് കാര്യമില്ലല്ലോ.
അപ്പോൾ നമ്മളിങ്ങനെ ചോദ്യം ചോദിക്കുകയും അതിൻ്റെ കുറച്ചും കൂടി ആഴത്തിലേക്ക് പോയി കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ചിരി വരും. നമുക്ക് പിന്നെ വിമർശനങ്ങളിൽ നമ്മൾ അസ്വസ്ഥരാവില്ല. നമ്മൾ വിമർശനങ്ങളിൽ അസ്വസ്ഥരാകുന്നതിൻ്റെ കാരണം നമ്മുടെ അറിവ് ഭാഗികമായതുകൊണ്ടാണ്. ഇപ്പോൾ വെള്ളം കുടിച്ചാൽ ദാഹം മാറില്ല എന്നൊരാൾ നമ്മളോട് തർക്കിക്കാൻ വന്നാൽ നമ്മൾ ഒരിക്കലും അയാളോട് ദേഷ്യം വരില്ല. നമുക്ക് ചിരിയേ വരൂ. എന്തുകൊണ്ടാണ്? വെള്ളം കുടിച്ചാൽ ദാഹം മാറുമെന്ന് നമുക്ക് അനുഭവമുണ്ട്. നമുക്ക് 100% അനുഭവമുള്ള ഒരു കാര്യത്തിൻ്റെ മുകളിൽ ആര് തർക്കിച്ചാലും നമുക്ക് ദേഷ്യം വരില്ല, നമുക്ക് ചിരിയേ വരൂ. നിങ്ങളിപ്പോൾ ചൂടെടുത്ത് വിയർത്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ഒരാൾ വന്ന് പറഞ്ഞാൽ അല്ല, ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല എന്ന് നമ്മൾ പറയും. എന്താണ് നീ പറഞ്ഞത്? നമ്മൾ ദേഷ്യം പിടിക്കില്ല, കാരണം ഞാൻ അവിടെ കൂളായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ വിശ്വാസികൾ മുഴുവൻ ഇങ്ങനെ വികാരപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ്. ദൈവാനുഭവമില്ല, വിളിച്ചനുഭവിക്കുന്നില്ല. അനുഭവിക്കുന്ന ഒരാൾ യുദ്ധത്തിന് പോവില്ല, ആരായിട്ടും തർക്കിക്കാൻ പോവില്ല. നിങ്ങൾ സ്വസ്ഥനൊന്നല്ല എന്ന് സ്വസ്ഥനായിട്ടിരിക്കുന്ന ഒരാളോട് പറഞ്ഞാൽ അയാൾ ചിരിക്കുകയുള്ളൂ. എന്നാൽ അസ്വസ്ഥനായിട്ടിരിക്കുന്ന ഒരാൾ ഞാൻ സ്വസ്ഥനാണെന്ന് അഭിനയിച്ചിരിക്കുകയാണെന്ന് കരുതുക, അയാളോട് പോയിട്ട് നീ സ്വസ്ഥനല്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് ദേഷ്യം വരും. ഞാൻ സ്വസ്ഥനല്ല എന്ന് പറഞ്ഞാൽ നിനക്കെന്താ അവകാശം എന്ന് വെച്ചിട്ട് ബഹളം ഉണ്ടാക്കും, കാരണം അയാൾ സ്വസ്ഥനല്ല. അപ്പം അനുഭവമില്ല. അനുഭവത്തിലിരിക്കുന്ന ഒരാൾ വിമർശനങ്ങളോട് ചിരിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരാൾ വന്നിട്ട് ദൈവമില്ല എന്ന് പറയുമ്പോൾ ദൈവം ഉണ്ടെന്ന് പറയുന്ന ആൾ എന്തിനാണ് അസ്വസ്ഥനാവുന്നത്? അയാൾക്ക് വിശ്വാസമല്ല ദൈവം ഉണ്ടെന്ന്, അതുകൊണ്ടാണ് അസ്വസ്ഥനാവുന്നത്. റിയലായിട്ടുള്ള വിശ്വാസമാണ്. എന്നെ സംബന്ധിച്ച് അത് ബാധിക്കുന്ന ഒരു വിഷയമല്ല കേട്ടോ. അസ്വസ്ഥനാവുന്നത് അയാൾക്ക് തന്നെ ഉറപ്പില്ലാത്തതുകൊണ്ടാണ് അസ്വസ്ഥനാവുന്നത്. അപ്പം നമ്മൾക്കൊരു അനുഭവമില്ല എന്നുള്ളതാണ്. ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറില്ല എന്നൊരാൾ പറഞ്ഞാൽ നമ്മൾ അസ്വസ്ഥനാവില്ലല്ലോ. ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുമല്ലോ. എന്തൊരു പൊട്ടത്തരാ പറയണത്, ചിരി വരുള്ളൂ നമുക്ക്. അപ്പോൾ ഈ ശിവം എന്ന് പറഞ്ഞാലും അള്ളാഹ് എന്ന് പറഞ്ഞാലും അതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു ദാർശനിക ലോകത്തിലേക്ക് പോയാൽ, ബാഹ്യം വിട്ട് സൂക്ഷ്മത്തിലേക്ക് പോയാൽ വാദിക്കലും തർക്കിക്കലും ഒക്കെ പോവും. അറിയിക്കുക. ഗുരു പറയുന്നത് വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനും. അപ്പോൾ ശിവം എന്നുള്ളൊരു വാക്കെടുത്തിട്ട് നമ്മളതിൻ്റെ മൂലത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കൂടുതൽ തെളിച്ചുണ്ടായി വരും. അപ്പോൾ ശിവം എന്ന് പറയുന്നത് ദ പ്യുവറസ്റ്റ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്.